അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ രമ്യ കലേഷാണ്. ഈ സാക്ഷ്യം പ്രേക്ഷകർ പല ആവർത്തി കേൾക്കുമെന്ന് എനിക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. 18-ാമത്തെ വയസ്സിൽ തൻ്റെ 2 കിഡ്നിയും ഫെയിലായി. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതിനുശേഷം 2 പ്രാവശ്യം 18-ാമത്തെ വയസ്സിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വിധേയപ്പെട്ടു. ചില നാളുകൾക്ക് ശേഷം അതും ഫെയിലായി. വീണ്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളുടെ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ, ദൈവം ഇടപെട്ട വിധങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും ഒരു വേറിട്ട വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ പ്രേക്ഷകരെ വിശ്വാസത്തിലും പ്രത്യാശയിലും കർത്താവിനോടുള്ള സ്നേഹത്തിലും നിങ്ങൾക്കൊന്നുകൂടെ വർധനവിന് മുഖാന്തരമായി തീരും. ആകയാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പ്രാർത്ഥനയോടെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കണം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങളും അതിൽ പങ്കെടുക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ രമ്യ കലേഷിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് രമ്യ എന്നാണ്, രമ്യ കലേഷ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കലേഷ് പാസ്റ്ററാണ്. ഞങ്ങൾ ഇപ്പോൾ ചർച്ച് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊട്ടാരക്കരയാണ് ഞങ്ങളുടെ സ്വദേശം. ചർച്ച് വന്നിട്ട് കൊട്ടാരക്കര ETCയിൽ സുധി ബ്രദറിൻ്റെയും ബിന്ദു സിസ്റ്ററിൻ്റെയും ഭവനത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സഭാരാധന നടക്കുന്നത്. എല്ലാ ഞായറാഴ്ചകൾ 10 മണി മുതൽ 1 മണി വരെ ആരാധനയുണ്ട്. ഞാൻ ആദ്യമായി പ്രിയ ഡാനിയൽ പാസ്റ്ററിന് എനിക്ക് ഇവിടെ എൻ്റെ സാക്ഷ്യം അരോമ ചാനലിൽ ഷെയർ ചെയ്യുവാൻ എനിക്കൊരു അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് അരോമ ചാനലിന് നന്ദി പറയുന്നു. എല്ലാറ്റിനും ഉപരി എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് വേലായുധൻ, എൻ്റെ അമ്മയുടെ പേര് കൃഷ്ണമ്മ. എനിക്കൊരു സഹോദരനുണ്ട്, കണ്ണൻ. ഞാൻ കർത്താവിനെ അറിയാൻ ഇടയായ സാഹചര്യം എൻ്റെ യൗവനകാലത്തിൽ തന്നെ ഞാൻ എൻ്റെ കർത്താവിനെ അറിയുവാൻ ഇടയായി. ഒത്തിരി പാരമ്പര്യ ബന്ധനങ്ങളിൽ പെട്ടുകിടന്ന് ഒത്തിരി അമ്പലത്തിന് അഡിഷനായി കിടക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. അതുകൊണ്ട് യേശുവായിട്ടൊന്നും വരുവാൻ ഒരു ശതമാനം പോലും ചാൻസ് ഇല്ലാതിരിക്കുന്ന സമയം യേശുവിനോട് ചേരുവാനോ ഇല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുവാനോ പെന്തക്കോസ്തുകാരെ പോലും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഒത്തിരി അത് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ഇന്നും ജീവനോടെ ഇരുന്ന് ദൈവത്തെ വർണ്ണിക്കുവാൻ എനിക്ക് ദൈവം സഹായിച്ചു. സാക്ഷ്യം പറയുവാൻ ഇവിടെ ഇന്ന് എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ പറയണം എന്നെനിക്കറിയാം. എങ്കിലും 18 വയസ്സിലാണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞത്. അതിന് കാരണമായി തീർന്നത് എനിക്ക് ഒരു അസുഖം വരികയുണ്ടായി. ആ അസുഖം മൂലമാണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നത്. 10 വയസ്സിൽ എനിക്കൊരു കാലുവേദന വന്നിട്ട് നടക്കാതെ ആയി. 2 കൊല്ലത്തോളം ഞാൻ സ്കൂളിൽ പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ ഡോക്ടറിനെ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിനകത്ത് ESR കൂടുതലായതുകൊണ്ടാണ് നടക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഡിസിൻ കഴിക്കണം, അത് 18 വയസ്സ് വരെയും കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് കാലുവേദന ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂസ് കഴിക്കും. ഇല്ല, അതുമാത്രമല്ല പേടിച്ചിട്ട് ഇനി ഹാർട്ടിന് വല്ല പ്രശ്നം വരുമെന്ന് പേടിച്ചിട്ട് കണ്ടിന്യൂസ് 18 വയസ്സ് വരെ കഴിച്ചു. ഈ 18-ാമത്തെ വയസ്സിലായപ്പം ഈ മരുന്ന് കഴിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എൻ്റെ 2 കിഡ്നി ഫെയിൽ ആകാൻ ഇടയായി. ആദ്യമൊക്കെ ഒത്തിരി ഡോക്ടേഴ്സിനെയും ഹോമിയോയിലായാലും ആയുർവേദത്തിലായാലും ഇംഗ്ലീഷ് ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ടുവെങ്കിലും എനിക്ക് അവിടെ ഒന്നും ഒരു സൗഖ്യം ലഭിച്ചില്ല. അവസാനം ഞങ്ങളുടെ കൊട്ടാരക്കര തന്നെ ഒരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് അമ്മ അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഒന്ന് ചെയ്യണം ഡോക്ടർ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. തലയ്ക്ക് ഭയങ്കര വേദന, അതുപോലെ തന്നെ
കാലിൽ നീര്. നമുക്ക് ആ സമയത്തൊന്നും കിഡ്നിയുടെ പ്രശ്നമാണെന്നും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നു. ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നപ്പം ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗം നിങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവണം, കൊച്ചിന് ഇച്ചിരി സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ വെച്ച് അവിടെ പിഷാരടി സാറായിരുന്നു അന്ന് 2007 പിഷാരടി ഡോക്ടറായിരുന്നു എന്നെ നോക്കിയതെല്ലാം. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു 75% 2 കിഡ്നി ഫെയിലായിരിക്കുകയാണ്, വേഗം മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ അച്ഛൻ്റെ കിഡ്നി എടുത്ത് വെക്കാനുള്ള തീരുമാനമായി. കാരണം അമ്മയ്ക്ക് അന്ന് ഡയബറ്റിക് ഉണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല. അതുപോലെ സഹോദരനും പറ്റത്തില്ല, വേറെ ആരും വീട്ടിലില്ല. അപ്പം അച്ഛൻ്റെ എടുക്കാനുള്ള തീരുമാനവും. അങ്ങനെ ഞങ്ങൾ ഡയാലിസിസ് ഒക്കെ എനിക്ക് അവിടെ ചെയ്തു തുടങ്ങി. ഞങ്ങൾ പേഷ്യൻസ് എല്ലാം കൂടെ എല്ലാ വ്യാഴാഴ്ചകളിലും പിഷാർ സാറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഡോക്ടറെ കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിലേക്കൂടെ എപ്പോഴും ഒരു കവർ പിടിച്ച് ഇങ്ങനെ അങ്ങ് എല്ലാ പേഷ്യൻസിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. അപ്പം ഞാൻ നമ്മൾ ആദ്യമായിട്ട് ഇത്രയും ഒത്തിരി അസുഖത്തിൻ്റെ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനങ്ങനെ ആരെയും ശ്രദ്ധിക്കാറൊന്നുമില്ല ആ സമയത്ത്. അപ്പം ഞങ്ങളുടെ അടുത്ത് വേറൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ആ പോകുന്ന ആ മനുഷ്യനെ കണ്ടില്ലേ, ആ മനുഷ്യനോട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയണേന്ന് പറഞ്ഞു. കാരണം ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ പേഷ്യൻസിന് മെഡിസിൻസ് എല്ലാം ഫ്രീ ആയിട്ട് സാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളോടും പോയി സാറിനോട് പരിചയപ്പെടാൻ പറഞ്ഞത്. അങ്ങനെ ഞാനും അമ്മയും കൂടെ ചെന്ന്, സാറിൻ്റെ പേര് മാത്യൂസ് എന്നാണ്, സാറിൻ്റെ അടുത്ത് പോയി പരിചയപ്പെട്ടു. അപ്പോൾ സാറ് അപ്പോൾ എൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണൊക്കെ ചോദിച്ചു. അതെല്ലാം ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ എന്തായാലും കുറച്ച് ദിവസം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഡയാലിസിസ് ചെയ്തു. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഡയാലിസിസിന് പോകും, വരും, അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരുന്നു. ആഴ്ച 2 ദിവസം വെച്ചായിരുന്നു അന്ന് ഡയാലിസിസ്. അങ്ങനെ ചെല്ലുമ്പോൾ ഈ സാറ് എന്നോട് മാത്രം കർത്താവിൻ്റെ കാര്യം പറയും. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ എനിക്ക് ഒരനുഭവമുണ്ട്. ഞങ്ങളുടെ തൊട്ട് മേളിലൊരു പെന്തക്കോസ്ത് ഫാമിലി ഉണ്ട്. അവരുടെ വീട്ടിൽ ഭയങ്കര ഉച്ചത്തിൽ പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ, എൻ്റെ കൂടെ ഒരു കൊച്ചുണ്ട്. അപ്പോൾ അവള് പറഞ്ഞു, ചേച്ചി നമുക്ക് പോയി പറയാം, നമുക്ക് പരീക്ഷയല്ലേ, പഠിക്കണ്ടേ. അപ്പം ഞാൻ ആ വീട്ടിൽ പോയി പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ പതുക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ വ്യക്തി. അതുപോലെ ഹിന്ദുവിൽ ഭയങ്കര അഡിക്റ്റായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നോട് വന്നിങ്ങനെ സുവിശേഷം പറയുമ്പോൾ എനിക്ക് ആ മനുഷ്യനെ കാണുമ്പോൾ ഒരു നീരസം ഉള്ളിനകത്ത്. വേറൊന്നുമല്ല, ഈ മനുഷ്യൻ എന്നോട് മാത്രം എന്താ ഈ കർത്താവിന്റെ കാര്യം പറയുന്നത്, വേറെ ആരോടും സാറ് പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയും. അപ്പം ഭയങ്കര ശക്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം, അപ്പം എനിക്ക് മെഡിസിൻ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അതൊക്കെ കേൾക്കും. കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിനാ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ പേഷ്യൻസ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഫ്രീ ആയിട്ട് തരുന്നെങ്കിൽ അമ്മ പറഞ്ഞ് എങ്ങനെയായാലും കേട്ടാലും കുഴപ്പമില്ല, നമുക്ക് സാറ് മരുന്ന് തരുവാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാറ് വരും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, രമ്യ ഓപ്പറേഷൻസ് സമയമായില്ലേ, ഒരു ദിവസം എൻ്റെ വീട്ടിലോട്ട് വാ. അപ്പം പിറ്റേ ദിവസത്തേക്ക് എന്നെ വിളിച്ചു, എന്നെ അമ്മയും കൂടെ വിളിച്ചു. രാവിലെ 10 മണിക്ക് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. ഞാനും അമ്മയും കൂടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ കുറച്ച് പേരുണ്ട്. അപ്പം എനിക്ക് അതിനു മുമ്പ് യേശു കർത്താവ് ആരാന്ന് പറഞ്ഞുകൂടാ. യേശു ദൈവമാണെന്നറിയാം, എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞു, പെന്തക്കോസ്തുകാരുടെ ദൈവം അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ദൈവം എന്ന് മാത്രമേ എനിക്ക് അറിയാവൂ. അങ്ങനെ അവിടെ ചെന്നു. കുറച്ച് ദൈവദാസന്മാരാ, അതൊക്കെ എനിക്ക് ഇപ്പോഴിപ്പോഴാണ് ദൈവദാസന്മാരെന്നൊക്കെ നമുക്കറിയാം. അന്ന് കുറച്ച് മനുഷ്യരവിടെ നിൽക്കുന്നു. അപ്പം ആ സാറിന്റെ വൈഫും കുഞ്ഞും ഉണ്ട്, അവർ വാടക വീടാണെന്ന്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. അപ്പം ചെന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, റൂമിനകത്ത് കയറിയിട്ട് ഞാൻ ബൈബിള് തന്നു കയ്യിൽ. എന്നിട്ട് പറഞ്ഞു, അപ്പുറത്ത് റൂമിനകത്ത് കയറിയിട്ട് അവിടെ ചെന്നിരുന്നു രമ്യയ്ക്ക് അറിയാവുന്ന പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ബൈബിള് വാങ്ങിച്ചു, അകത്ത് ചെന്നിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ യേശുവിനോട് പ്രാർത്ഥിക്കുക, ഒരു പ്രാർത്ഥന. ഇവരൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് യേശു ദൈവമാണല്ലോ എന്നൊക്കെ. അങ്ങനെ അതുകൊണ്ട് അകത്ത് വരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്, യേശുവേ നീ ദൈവമാണെന്ന് ഇവരെല്ലാം പറയുന്നു, ഞാനത് വിശ്വസിക്കുന്നു. നീ എൻ്റെ അവസാനത്തെ കച്ചി തുരുമ്പ. എൻ്റെ ഫസ്റ്റ് പ്രയറാ ദൈവത്തോടുള്ള. അതുവരെ ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, അതുവരെ എനിക്ക് യേശുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ അത് രക്ഷ ഏറ്റു പറഞ്ഞതാ. എനിക്ക് ആരും പക്ഷെ അതിനകത്ത് നമുക്ക് ബൈബിൾ വചനമുണ്ടല്ലോ, വാക്യമുണ്ടല്ലോ, നമ്മളെ രക്ഷ സ്വന്തം നാവ് കൊണ്ട് മനസ്സുകൊണ്ട് വിശ്വസിച്ചിട്ട് വാവ് കൊണ്ട് ഏറ്റു പറയുക എന്നുള്ളത്. അത് ഞാൻ തന്നെ അത് പറയുന്നു. ഇവരെല്ലാം ദൈവമാണെന്ന് നീ പറയുന്നു, ഇവരെല്ലാം പറയുന്നു നീ ദൈവമാണെന്ന്, ഞാനത് വിശ്വസിക്കുന്നു, നീ എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിൾ തുറന്നിട്ട് എനിക്ക് ദൈവം കാണിച്ചെന്നൊരു വാക്യമാണ്, ഞാൻ അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഒറ്റ വാക്യം. ഞാനിത് അപ്പം ഞാൻ മനസ്സിനകത്ത് എനിക്കൊരു സമാധാനം ഫീൽ ചെയ്തു. ഞാൻ എന്നിട്ട് പുറത്തിറങ്ങി സാറിനോട് പറഞ്ഞു, സാറേ
അതാണ്ട് എനിക്ക് ഈ വാക്യമാണ് തന്നത്. അന്ന് വാക്യം ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. ആ, ഞാൻ പറയും എനിക്ക് ഈ വാക്ക വായിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ സാർ ആ നല്ല വചനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടം കൂടി നിന്ന്, അപ്പം സാറിന്റെ വൈഫും കൂടെ ഉണ്ട്, എല്ലാവരും കൂടെ വട്ടം കൂടി നിന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കരം കോർത്ത് പ്രാർത്ഥിക്കുക. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ ടങ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കത് അന്യഭാഷയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഇവരേതോ ഭാഷയിൽ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മെഡിസിന്റെ കാര്യമെല്ലാം ഓക്കെ ആക്കി എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് ചിന്തയിൽ നിൽക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ വട്ടം കൂടി നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയുണ്ട്, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്ന ഒരു എൻ്റെ ഈ തലയ്ക്കകത്താണ് സംഭവിക്കുന്നത്. എൻ്റെ മനസ്സിനകത്തല്ല, തലയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ അനുഭവിക്കുകയാണ്. ഭൂമി ഇങ്ങനെ കുലുങ്ങുകയാണ്. ഭൂമി കുലുങ്ങിയിട്ട് ഞാൻ ഇപ്പം നിൽക്കുന്ന വീട് താഴെ വീഴാൻ പോകുന്ന ഒരു അവസ്ഥ. ഭൂമി ഭയങ്കരമായിട്ട് കുലുങ്ങും, ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നുണ്ട്. ഞാൻ പേടിച്ച് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും അതുപോലെ നിന്ന് ടങ്സിൽ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പേടിച്ചിട്ട് ദൈവം ഇവർക്കൊന്നും അത് മനസ്സിലായില്ല, ഈ ഭൂമി കുലുങ്ങുന്നത് ഇവർ കേൾക്കുന്നില്ലയോ, ഇപ്പൊ വീട് ഇടിഞ്ഞു വീഴുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറയും, മനസ്സിൽ ചിന്തിക്കുന്നു. വീണ്ടും ഞാൻ ഇവരൊന്നും നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല, അവർ പ്രാർത്ഥിക്കില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പേടിച്ച് അടച്ച് മുറുക്കെ കണ്ണടച്ചിട്ട് ഞാൻ ഈ ദൈവമേ ഒന്നും സംഭവിക്കില്ലേ, വീട് ഇടിഞ്ഞു വീഴല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും എനിക്ക് ഇതേ അനുഭവം തന്നെ എൻ്റെ ഉള്ളിനകത്ത്. ഞാൻ പ്രാർത്ഥന എന്നിട്ട് കണ്ണുകൾ തുറന്നു, ഇവര് എല്ലാം ആമേൻ പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് ഇവര് വീണ്ടും കണ്ണു തുറന്നു. അപ്പൊ ഞാൻ ദൈവമേ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ. അതെല്ലാം കഴിഞ്ഞ് വേഗത്തിൽ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് പുറത്ത് ഇറങ്ങിയിട്ട് ഓടി ഞാൻ പുറത്തിറങ്ങിയത്. എന്നിട്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു അമ്മ ഇപ്പം വീട് ഇടിഞ്ഞ് വീഴും, അമ്മയ്ക്ക് തോന്നിയായിരുന്നു ഭൂമി കുലുങ്ങുന്ന പോലെ സൗണ്ട് അമ്മയ്ക്ക് ഫീൽ ചെയ്തായിരുന്നു? അമ്മ പറഞ്ഞു ഭൂമി കുലുങ്ങാനോ, എനിക്കൊന്നും തോന്നിയില്ലല്ലോ, നിനക്ക് തോന്നിയതായിരിക്കും കൊച്ചേന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലമ്മ സത്യമായിട്ടും ഭൂമി കുലുങ്ങി അവിടെ, ഞാൻ വിചാരിച്ചു ഇപ്പൊ എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീഴുവോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോയി പിറ്റേ ആഴ്ച വേറൊരു അടുത്തുള്ളൊരു ചർച്ചിന്, തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്, PMGയിൽ ഒരു ചർച്ചിൽ ഇങ്ങനെ മീറ്റിങ്ങിന് അവിടുന്ന് ഒരു ദേവദാസൻ വന്നിട്ട് പറഞ്ഞു അവരുടെ ഒരു ഹൗസ് മീറ്റിംഗ് കൊണ്ട് വരണം, ആദ്യമായിട്ട് പോവാ. അങ്ങനെ അവിടെ ചെന്നിട്ട് എല്ലാവരും ലാസ്റ്റ് മെസ്സേജ് എല്ലാം കഴിഞ്ഞ് ആ ദേവദാസൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാ വിശ്വാസികളും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് കർത്താവിനെ അറിഞ്ഞൂടല്ലോ, എല്ലാവരും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ നല്ലപോലെ ഉയർത്തി ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ് കൈ. അപ്പൊ ഞാനും കൈ ഉയർത്തി പിടിച്ചിരിക്കുക. അപ്പൊ എൻ്റെ അമ്മ എൻ്റെ അടുത്തുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എൻ്റെ കൈ മാത്രം ഇങ്ങനെ കിടന്ന് ഷേക്ക് ആവുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് ഞാൻ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ അത് ശക്തമായിട്ടായിരുന്നു ഷേക്ക് ആവുന്നത്. അപ്പോഴും അമ്മ ഇങ്ങനെ മേലോട്ട് നോക്കി, എന്തുകൂടി നിന്റെ കൈക്ക് മാത്രം ഇങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്കറിയാം, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം, രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ തൊട്ടെന്നൊക്കെ എനിക്ക് പിന്നീട് കർത്താവിനെ അറിഞ്ഞ് ദൈവസാന്നിധ്യം രുചിച്ചറിഞ്ഞപ്പോഴാ ഇത് ദൈവസാന്നിധ്യമായിരുന്നു. ഭൂമി കുലുങ്ങുന്നത് പോലൊക്കെ തോന്നിയതെല്ലാം ഞാൻ വാഗൊണ്ട് രക്ഷയേറ്റ് പറഞ്ഞപ്പോ തന്നെ തമ്പുരാന്റെ സാന്നിധ്യം എനിക്ക് തന്നു എന്നൊക്കെ പിന്നീട് എനിക്കത് മനസ്സിലായത്. അങ്ങനെ അച്ഛൻ്റെ കിഡ്നി എടുത്തു വെച്ചു, വേഗത്തിൽ വീട്ടിൽ നിന്ന് ഇവിടെ കൊട്ടാരക്കര വന്നു, ആശുപത്രിയിൽ നിന്ന് കൊട്ടാരക്കര വന്നു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, റിലയൻസിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ഉണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ. ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് അവിടെ കൊട്ടാരക്കര പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഒരു അമ്മയുടെ അമ്മയുടെ ആങ്ങളയുടെ വൈഫ് ഇതുപോലെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അവരുടെ മോടെ കല്യാണമാണ്, അതുപോലെ അടുത്ത ബന്ധുക്കളുടെ കല്യാണം നടക്കുക, ഇനി എന്നെ ആര് കല്യാണം കഴിക്കാനാണ്, കാരണം കിഡ്നി മാറ്റി വെച്ച പെണ്ണിനെ ആര് കെട്ടും എന്നിങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. ഇത് ഞാൻ ജോലി കഴിഞ്ഞ് 6 മണിയായപ്പം വീട്ടിൽ വന്നപ്പോൾ അമ്മ ഭയങ്കര കരച്ചില്. അമ്മ പറഞ്ഞു മോളെ, ഞാൻ ചോദിച്ചു അമ്മ എന്തിനാ അമ്മ കരയുന്നത്? അപ്പൊ അമ്മ പറഞ്ഞു ഇതുപോലെ ഇവർ വന്ന് ഇങ്ങനെ പറഞ്ഞു മക്കളെ, കാരണം എനിക്ക് ഇളയത് സുഖമില്ലാത്തൊരു ആങ്ങളെ, ബുദ്ധിവൈകല്യമുണ്ട് ജന്മന. അപ്പൊ ഞാൻ മാത്രമാണ് എൻ്റെ അമ്മയുടെ ഏക പ്രതീക്ഷ. അപ്പൊ എനിക്ക് കിഡ്നി മാറ്റി വെക്കേണ്ടിയും വന്നു. അപ്പൊ ഒരു അമ്മയുടെ ഭാരവും വേദനയൊക്കെ അമ്മ ഇങ്ങനെ ഭയങ്കര കണ്ണീർ ഒഴുകി കരയുക. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മ അവരെല്ലാം എൻ്റെ തലയിൽ എഴുതിയിരിക്കുന്ന ദൈവമല്ലേ എന്ന് പറഞ്ഞു. പിറ്റേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയിലെ ദേവദാസൻ ഇങ്ങനെ ഒരു പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയുണ്ടായി, കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ വീട്ടില് അമ്മമാര് കല്യാണക്കുറിയും കൊണ്ട് ചെല്ലും എന്ന് പറഞ്ഞു. ഇത് കേട്ട പാടെ അമ്മ അത് ഏറ്റെടുത്തു. അയ്യോ അതെന്റെ മോടെ കാര്യമാ, എൻ്റെ കുഞ്ഞിന്റെ കാര്യമാ, ഇന്ന ആളെന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞില്ലേ. ഇത് പറഞ്ഞിട്ട് 1 മാസത്തിനകത്ത് എനിക്ക് ഫസ്റ്റ് കല്യാണാലോചന വന്നു. അപ്പം അവിടുത്തെ അച്ഛനോടും അമ്മയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. ഹസ്ബൻഡിനാണെങ്കിൽ ഒറ്റ തീരുമാനമേ ഉള്ളൂ, വേറൊന്നുമല്ല,
ഏതായാലും കർത്താവിനെ അറിയുന്ന ഒരു കൊച്ചായിരിക്കണം എന്ന് മാത്രമേ എൻ്റെ ഹസ്ബൻഡിന് ഒരു തീരുമാനമുള്ളായിരുന്നു. അങ്ങനെ തിരുപ്പൂര് നല്ല ജോലിയിരുന്ന് ക്വാളിറ്റി മാനേജർ ആയിരുന്നു. പുള്ളി വന്നു, നാട്ടിൽ വന്നു, എന്നെ കണ്ടു. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം പുള്ളിക്ക് ആദ്യ സമയത്ത് അറിഞ്ഞുകൂടായിരുന്നു കിഡ്നി മാറ്റിവെച്ച വ്യക്തിയാണെന്ന്. പക്ഷെ ഞാൻ വന്നപ്പോഴേ വാചാലമായിട്ട് ഞാനിങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പുള്ളി അങ്ങ് തിരുപ്പൂര് പോയി. അപ്പൊ അവിടുത്തെ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, കലേഷെ, ജീവൻ കൊടുക്കുന്ന ദൈവമല്ലേ, കല്യാണം കഴിച്ചിട്ടാണ് ആ കൊച്ചിന് ഇങ്ങനെ അസുഖം വരുന്നതെങ്കിൽ കലേഷ് നോക്കത്തില്ലേ എന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇത് ദൈവശബ്ദം പോലാണ് പുള്ളിക്ക് തോന്നിയത് എന്ന് പിന്നീട് പുള്ളി പറയണ്ടായി. അങ്ങനെ വീണ്ടും അത് പ്രപ്പോസൽ വീണ്ടും വന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം 2010 ജനുവരി 15 കല്യാണം കഴിഞ്ഞു. എൻ്റെ അമ്മ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ വീട്ടിൽ എൻ്റെ അമ്മ കല്യാണക്കുറി കൊണ്ട് ചെന്നു. ദൈവം വലിയ അത്ഭുതം അവിടെ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമൊക്കെ ആയി ഞങ്ങളങ്ങ് തിരുപ്പൂര് പോയി. തിരുപ്പൂര് പോയിട്ട് തിരുപ്പൂര് ചെന്ന ശേഷം ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, ഞാൻ വീട്ടിൽ നല്ല നല്ല ജീവിതം, നല്ല കുടുംബം. എൻ്റെ കർത്താവ് എനിക്ക് അനുഗ്രഹിച്ചു തന്ന ഭയങ്കര ഒരു ബ്ലെസ്ഡ് ഫാമിലി. അവരുടെ എല്ലാ ഫാമിലിയിലായാലും എല്ലാവർക്കും എന്നെ വലിയ കാര്യം, നല്ല കുടുംബം. പക്ഷേ ആ സന്തോഷം എന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ടുപോകാൻ 6 മാസമായപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് കിഡ്നിക്ക് പ്രശ്നമായി. കല്യാണം കഴിഞ്ഞു, അവിടെ ചെന്നു, കർത്താവിനെ അറിഞ്ഞു, സ്നാനപ്പെട്ടു, എല്ലാം കഴിഞ്ഞു. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് വീണ്ടും അസുഖമായപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കർത്താവെ, ഞാൻ ഇനി അറിഞ്ഞില്ലയോ? അപ്പൊ ഒത്തിരി പേര് പറഞ്ഞു സ്നാനപ്പെട്ട അസുഖം മാറും, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഞാനതൊന്നുമല്ല, എൻ്റെ ദൈവത്തെ ഞാൻ രുചിച്ചറിഞ്ഞിട്ട് തന്നെ. കാരണം തമ്പുരാന്റെ മഹത്വം ഞാൻ ആ സമയത്തേക്ക് രുചിച്ചറിഞ്ഞ് കർത്താവിന്റെ വേല ചർച്ചയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലീഡേഴ്സിനകത്ത് ഞാനും ഒരു അംഗമായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് കല്യാണം നടക്കുന്നത്. വീണ്ടും അസുഖമായി, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പിന്നെ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവസാനം അവിടെ തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. കോയമ്പത്തൂർ KMCG 2ാമത്തെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അതുമല്ല, എൻ്റെ അമ്മയും അപ്പനും എന്നെ കാണാൻ വന്ന സമയത്ത് ഞങ്ങൾ കാറും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കും തിരുപ്പൂര്. അമ്മ വന്ന് ഇറങ്ങിയിട്ട് അമ്മ ചോദിക്കുന്ന ചോദ്യം, മോനെ അവൾ എന്ത്? ഞാൻ അടുത്ത് നിന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. അതുപോലെ രൂപം മാറി. ഈ രൂപമൊന്നുമല്ല, അസ്ഥികൂടമായിട്ട് ഒരു വല്ലാത്തൊരു മനുഷ്യ കോലം. അപ്പം പുള്ളി പറഞ്ഞു, ദാണ്ട് നിൽക്കുന്ന ഒരു ഇഞ്ഞ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റി. അപ്പം ഞാൻ പറഞ്ഞത്, അമ്മ എനിക്കിങ്ങനെ വയ്യാഴികയുണ്ട്. അപ്പം അതുപോലെ പുള്ളിക്കാരന് പറഞ്ഞൂടെ ഈ അസുഖത്തിന്റെ സിംറ്റമായി ഇങ്ങനെ ഇതാവുന്നതെന്നൊക്കെ. പക്ഷെ പിന്നീട് ഞങ്ങൾ KMCG അഡ്മിറ്റ് ആകാനും അവിടെ വീണ്ടും ഫിസ്റ്റുലയൊക്കെ ചെയ്ത് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ ഇങ്ങനെ നാട്ടിൽ വന്നു. കാരണം ഹസ്ബൻഡ് ജോലിക്ക്, പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ നാട്ടിൽ വന്ന് കൊല്ലത്ത് ഡയാലിസിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എറണാകുളത്ത് നമ്മുടെ തൃശ്ശൂരുള്ള ചിറമേൽ അച്ഛനെ നേരത്തെ അറിയാം, ആദ്യത്തെ ഓപ്പറേഷൻ. അങ്ങനെ അച്ഛനെ വീണ്ടും പരിചയപ്പെടാൻ ഇടയായി. അങ്ങനെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എറണാകുളത്ത് വാ, എറണാകുളത്ത് വന്നാലേ നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാനും അവിടെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ആലുവയിൽ ഒരിടത്ത് വന്ന് താമസിച്ചു. ഒരു ഓർഫണേജിൽ വന്ന് നിന്നു. മുസ്ലിംസിന്റെ ഓർഫണേജ്. പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി സൗകര്യവും കാര്യങ്ങളൊക്കെ അവരൊരുക്കി തന്നു. അങ്ങനെ ഞാൻ ആലുവയിൽ ഡയാലിസിസ് ചെയ്യുന്നു. എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിലാണ് ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിഡ്നി ഒന്നും ശരിയാവുന്നില്ല. എനിക്ക് പകരം കൊടുക്കാൻ ഞങ്ങൾക്ക് കിഡ്നി ഇല്ല. കാരണം ചിറമേലച്ഛൻ്റെ കിഡ്നി ഫെഡറേഷനകത്ത് നമ്മൾ ഒരു കിഡ്നി അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് വേറൊരു കിഡ്നി നമുക്ക് ചേരുന്നത് കിട്ടത്തുള്ളൂ. പക്ഷെ എൻ്റെ അമ്മ ഡെയിലി മിക്ക ദിവസവും എന്നെ ഡയാലിസിസ് സെന്ററിൽ കയറ്റിയിട്ട് അമ്മ നേരെ ട്രെയിനിന് തൃശ്ശൂർ ചെല്ലും. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാച്ചാൽ എനിക്ക് ഒരു മോളേ ഉള്ളൂ, ഒരു മോനെ അങ്ങനെ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിന് ജീവൻ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ആ സമയത്താലും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഒത്തിരി ശ്വാസം മുട്ടൽ, ഒത്തിരി അനുഭവത്തിലൂടെ പോയി പാസ്റ്ററെ. പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാതെ ദൈവം എന്നെ കരുതി എന്നുള്ളത്. ഇന്നിപ്പം ആലോചിച്ച് നോക്കുമ്പോൾ 2006 എനിക്ക് അസുഖം വന്നിട്ട് ഇന്ന് 2025 വരെ ജീവനോടെ ദൈവം നിർത്തി. അപ്പോഴത്തേക്കും ദേശത്തെല്ലാം ഒത്തിരി കുത്തുവാക്കും പരിഹാസവും കുറ്റം പറച്ചിലും. കാരണം നീ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തേ, നീ പെന്തക്കോസിലായിട്ട് എന്തേ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് കളിയാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും അറിയുന്നില്ല, കാരണം നമ്മൾ എറണാകുളത്താണല്ലോ. അങ്ങനെ ഞാൻ അവിടെ എനിക്ക് ഓപ്പറേഷൻ ഒന്നും ശരിയാവാതെ ഞങ്ങളങ്ങ് നാട്ടിൽ വന്നു. അതിനു മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ സഹോദരി കിഡ്നി തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കത് പുള്ളിക്കാരത്തിന്റെ കിഡ്നി എടുക്കാൻ എൻ്റെ മനസ്സില്ലായിരുന്നു. വേറൊന്നുമല്ല, ഒരൊറ്റൊരു മോളേ ഉള്ളൂ, 2 സഹോദരങ്ങൾ. അപ്പം എനിക്ക് കിഡ്നി എന്നിട്ട് പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലും പറ്റിപ്പോകുന്നുണ്ട് എനിക്കൊരു പേടി. അതുമല്ല, എൻ്റെ ജയിലില് ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം എന്ന് വെച്ചാൽ ഇതെടുക്കത്തില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ അസ്ഥികൂടവാ. പക്ഷെ എന്നോട് പറയുന്ന പുള്ളിക്കാരത്തിയുടെ കിഡ്നി എടുക്കത്തില്ല എന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പറ. അപ്പം ദൈവശബ്ദമാണെന്ന് ഞാൻ അപ്പം മനസ്സിലാക്കുന്നില്ല. പക്ഷെ അപ്പം ഞാൻ വീട്ടിൽ പറയുന്നു, ഹസ്ബൻഡോട് പറയുന്നു,
രണ്ടമ്മമാരുടെ അടുത്തും പറയുന്നു. അപ്പം ഹസ്ബൻഡിന്റെ അമ്മയാലും പറയും, നീ മര്യാദയ്ക്ക് മേടിച്ചു വെച്ചോണം എന്റെ മോള് കിഡ്നി വരുമ്പോ, കാരണം അത്രയ്ക്ക് സ്നേഹം അമ്മയ്ക്ക് എന്നോട്. അപ്പം അപ്പം ഞാൻ പറഞ്ഞു, അതല്ല അമ്മ, എനിക്കിത് എടുക്കത്തില്ല എന്ന് എന്റെ മനസ്സിൽ പറയും. അങ്ങനെ ഒരു സമയത്ത് പുള്ളിക്കാരത്തി എന്നെ വിളിച്ചു, രമ്യ എനിക്ക് പെട്ടെന്ന് വയറിന് അസ്വസ്ഥതയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ വായിലൂടെ ഞാൻ ആദ്യം പറഞ്ഞു, പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, ചേച്ചി നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെക്കപ്പ് ചെയ്ത് നിനക്ക് എന്റെ മനസ്സിൽ പറഞ്ഞു നീ കൺസീവ് ആണെന്ന് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല കുഞ്ഞുണ്ടാവത്തില്ല, കാരണം ഒരു മോനുണ്ട് ഓൾറെഡി, അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടാകത്തില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, വയറ്റിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തറുതട്ടെ നിന്ന് പറയും, എനിക്ക് അറിഞ്ഞൂടാ, എന്റെ വായിക്കൊണ്ട് ദൈവം അങ്ങ് പറയിപ്പിക്കുവാണ്, അല്ല നീ കൺസീവാ. അങ്ങനെ പുള്ളിക്കാരത്തി എനിക്ക് കിഡ്നി തരാൻ വേണ്ടി ഒത്തിരി ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പോയി നോക്കി, അപ്പോഴ് കുഞ്ഞ് ഉണ്ട്. അപ്പോഴത്തേക്ക് എന്നോട് സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ട് നിനക്ക് കിഡ്നി തരാം, അത്രയ്ക്ക് എന്നോട് കാര്യമുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, അത് ദൈവം തന്നതാ. ഒന്ന് എന്റെ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ പുള്ളിക്കാരത്തിയുടെ കിഡ്നി എടുക്കല്ലേ എന്ന്, കാരണം ഒറ്റൊരു മോളായതുകൊണ്ട്. പിന്നെ അതുപോലെ എന്റെ കാതിൽ ഞാൻ കേട്ടത് ഇത് എടുക്കത്തില്ലെന്ന്. അത് 100,000 വട്ടം എന്നെ ഇങ്ങനെ ചെവി മന്ത്രിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ആ സമയത്തും ഇരുന്ന് ഉറങ്ങിയ സമയമാണ്. നേരം വെളുപ്പിക്കുന്നതൊക്കെ ഇരുന്നായിരുന്നു. യൂറിൻ പോകത്തില്ലായിരുന്നു. ശ്വാസം മുട്ടില്ല, ഭയങ്കര ശ്വാസം മുട്ടില്ല. ആരെങ്കിലും കിഡ്നി തന്നാൽ മതി എന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴും എന്റെ ചെവിയിൽ ഇത് പറയും, ഇത് എടുക്കത്തില്ല. പക്ഷെ എനിക്കറിയാം, എന്റെ ദൈവം എനിക്ക് വേണ്ടി എവിടെങ്കിലും ഒന്ന് കരുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പുള്ളിക്കാരത്തിയുടെ കിഡ്നി എടുത്താലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നുന്നില്ലായിരുന്നു. കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് എന്നെ ബാധിക്കും എന്നൊക്കെ എനിക്ക് ആ ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തുവായാലും പുള്ളിക്കാരത്തി കൺസീവായി, ഞാനിങ്ങ് നാട്ടിൽ വന്നു. എല്ലാം ഭയങ്കര ഭാരത്തോടെ നാട്ടിൽ വന്നു. കാരണം എനിക്ക് വേറെ കിഡ്നി ഒന്നും ശരിയാകുന്നില്ല, എനിക്ക് ശരീരത്തോട് ഒരു തുള്ളി ബ്ലഡ് ഇല്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നീ മാറ്റി വെക്കാതെ നോക്കണ്ട, അസ്ഥി ഗൂഢമായി. എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് എന്റെ അടുത്ത്. അതുപോലെ ഞാൻ കഷ്ടത്തിലെ. പക്ഷെ അപ്പോഴൊക്കെ എന്റെ ചേർത്ത് പിടിക്കുന്ന എന്റെ ഹസ്ബൻഡ് ഭയങ്കര, എനിക്കൊരു ബ്ലസ്ഡ് ആണ് പുള്ളിക്കാരൻ എപ്പോഴും. കാരണം ഒരു വാക്കുകൊണ്ട്, നീ രോഗിയാണോ, നീ പ്രശ്നത്തിലാണോ, പക്ഷെ അപ്പോഴും അതെല്ലാം അങ്ങനെ ഒന്നും പറയാതെ എപ്പോഴും പറയാതെ, ഇന്നെ നമുക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി കരുതും, ഇല്ലെങ്കിൽ ദൈവം നിന്നെ സൗഖ്യമാകും, അല്ലെങ്കിൽ തന്നെ എനിക്കൊരു വയ്യാഴിക വന്നാൽ തന്നെ പുള്ളിയുടെ പ്രാർത്ഥന എനിക്ക് ഭയങ്കര അനുഗ്രഹം, ഭയങ്കര അന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ പുള്ളിയിൽ ഒരു ശുശ്രൂഷകൻ ഉണ്ട് കിടപ്പുണ്ടെന്ന്. പക്ഷെ ക്വാളിറ്റി മാനേജറായിട്ട് ജോലി ചെയ്യുമ്പോഴും നല്ലൊരു ഭക്തനാണ് ഞാൻ കണ്ടതില്. നല്ലൊരു ഭക്തനാണ്, പിറുപിറുപ്പില്ല, കുറ്റം പറച്ചിലില്ല, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നല്ലൊരു ഭക്തനാണ്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്കത് എപ്പോഴും അനുഗ്രഹം. ഒരു വട്ടം സീരിയസ് ആയിട്ട് എനിക്ക് ശ്വാസം മുട്ടുകൂടി, ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ എന്റെ നെഞ്ചു തടവി തന്നിട്ട് പ്രാർത്ഥിച്ച് ഞാൻ സമാധാനമായിട്ട്, ആ ശ്വാസം മുട്ടൽ മാറി സമാധാനമായിട്ട് കിടന്നിറങ്ങി. അന്നാ ഞാൻ അറിയുന്ന പുള്ളിക്കാരന്റെ ഒരു ദൈവത്തിന്റെ വിളി കിടപ്പുണ്ടെന്ന്. അത് ഞങ്ങൾ ഒത്തിരി കഷ്ടത്തിലൂടെ പോയി, ഞെരുക്കത്തിലൂടെ പോയി. അങ്ങനെ പുള്ളിയുടെ ജോലി അവിടെ വെച്ച് പോയിട്ട് പിന്നെ ഇങ്ങ് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഞങ്ങളുടെ വസ്തുവൊക്കെ വിറ്റിട്ട് പിന്നെ പുള്ളി ഗൾഫിൽ പോയി. ഒന്നും ശരിയായില്ല. എല്ലായിടും ഞങ്ങൾക്ക് പ്രോബ്ലംസ് അല്ലാതെ ഞങ്ങൾ ബിഗ് സീറെ കൊണ്ട് നിർത്തിയിട്ട് എല്ലാവരും കുറ്റം പറയാനും. ആ സമയത്ത് എനിക്ക് വയ്യാണ്ടിരിക്കുവാണ്. ഒത്തിരി പേര് ഞങ്ങളെ പക്ഷെ അപ്പോഴത്തേക്കും ഞങ്ങളുടെ അപ്പൻ, അമ്മ എല്ലാരും ഞങ്ങളെ തള്ളി. ഒരു വല്ലാത്തൊരവസ്ഥയില്, ഒരു മരുഭൂ പ്രയാണത്തിൽ. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് എപ്പോഴും പറയും, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയിട്ട് ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തിയതുപോലെ എന്നെ ഞങ്ങൾ രണ്ടുപേരെയും മരുഭൂമിയുടെ പ്രയാണത്തിൽ കൂടെ നടത്തി. ഒത്തിരി കഷ്ടം, ഒത്തിരി പ്രതികൂലം. ഒരു 50 രൂപ പോലും എടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു പച്ചക്കറി കടയൊക്കെ നടത്തി. ഞങ്ങളെല്ലാം പക്ഷെ അവിടെയൊക്കെ ഞങ്ങളങ്ങ് മുറുക്കെ വിശ്വാസം. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ കൂടെ കർത്താവ് മാത്രമേ ഉള്ളെന്ന്. അതുമല്ല, ഞങ്ങളുടെ ദേശത്ത് എനിക്ക് ഈ അസുഖം വന്നിട്ട് ആദ്യം എനിക്കാണ് ഈ അസുഖം വരുന്നത്. അസുഖം വന്ന് ഞാൻ കർത്താവിനെ അറിഞ്ഞു, കല്യാണം കഴിഞ്ഞു, പിന്നീട് വീണ്ടും അസുഖം വന്നു. എല്ലാ മനുഷ്യരും ഇങ്ങനെ നോക്കിയിരിക്കുക, ഇപ്പൊ രമ്യ മരിക്കും, ഇപ്പൊ രമ്യയുടെ ബോഡി കൊണ്ടുവരും എന്ന് പറഞ്ഞെടുത്ത് ഞാനിങ്ങനെ സ്റ്റിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും അത്ഭുതവും. അതുമാത്രമല്ല, ഒത്തിരി പേര് അതിനുശേഷം എന്നെ കുറ്റം പറഞ്ഞ ഒത്തിരി പേരുണ്ടായിരുന്നു ആ ദേശത്ത്. അവരൊക്കെ ചിലർക്ക് അതിനകത്ത് കിഡ്നി രോഗം വന്നവരുണ്ട്, ഒത്തിരി പേര്. പക്ഷെ ഇന്നും ഈ 2025 ഇതുവരെ ഒരു മനുഷ്യൻ പോലും കിഡ്നി രോഗം വന്നിട്ട് അവിടെ ജീവിച്ചിരിപ്പില്ല. എല്ലാവരും മരിച്ചു, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി ആ ദേശത്ത്. പക്ഷെ ഞാൻ മാത്രം ഇന്നും ജീവനോടിരിക്കുന്നു. ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് മാത്രമല്ലാതെ എൻ്റെ ഒരു യോഗ്യതയല്ല, പുകഴുവാനൊന്നുമില്ല. കാരണം ഞാനല്ല എൻ്റെ തമ്പുരാനെ വിളിച്ചത്, തമ്പുരാൻ എന്നെ തിരക്കി ഇറങ്ങി വന്നതാണെന്ന് എപ്പോഴും പറയും.
തള്ളപ്പെട്ട ഒരവസ്ഥയിൽ എന്നെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ കരവ. ഇപ്പം മരിച്ചെടുത്തുന്ന ദൈവം എന്നെ ഉയർപ്പിച്ചെന്ന് തന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ അപ്പം ഞാൻ നല്ല സന്തോഷത്തോടെ ചേച്ചിയുടെ കുഞ്ഞുണ്ടായപ്പോഴും ഞാൻ സന്തോഷിച്ചു. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തമാണല്ലോ. അപ്പൊ ഞാൻ ഒത്തിരി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയും എനിക്ക് ഞാൻ പറയും നല്ല കുഞ്ഞ്, നല്ല വെളുത്ത കുഞ്ഞായിരിക്കണം. എന്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ ദൈവം അവർക്കൊരു കുഞ്ഞിനെ, കാരണം എന്നെ പോലെ ഇരിക്കുമെന്ന് പറയും എല്ലാവരും. പുള്ളിക്കാരത്തി കറുത്തിട്ടാണ്, പക്ഷെ എന്റെ അതേ കളറും എന്നെ പോലൊക്കെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് ദൈവം, ഞാൻ പറഞ്ഞു ഫേവറിലുള്ള ഒരു കുഞ്ഞായിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുഞ്ഞായിരിക്കണം എന്നൊക്കെ പറഞ്ഞതാ. അതെല്ലാം ദൈവം ചെയ്തു. അങ്ങനെ അവര് സേഫായി. പിന്നീട് ഞാൻ 2-3 വർഷം ഞാൻ ഒത്തിരി അവസ്ഥകളിലൂടെ, കാരണം എൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ ഒട്ടിയിട്ട് എനിക്ക് നടക്കാൻ പറ്റാതെ ഞാൻ 10 സ്റ്റെപ്പൊക്കെ നടന്നിട്ട്, അപ്പോഴത്തേക്കും ഹസ്ബൻഡ് അങ്ങ് ഗൾഫിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബോംബെയിലൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി നടന്നു പോകാനൊക്കെ എനിക്ക് ഭാരപ്പെട്ടു. കാരണം നടക്കുമ്പം ഈ അസ്ഥി നമ്മുടെ മാംസവും തമ്മിൽ തേനിട്ട് എനിക്ക് നടക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി. അതുപോലെ ബ്രീത്തിങ് എടുക്കാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടല്. അപ്പൊ എന്നെ കാണുന്നവർ പറയും മോളെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കുക. അപ്പൊ ഞാൻ പറയാം വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, കാരണം ഞാൻ ഒറ്റപ്പെട്ടിരിക്കുവാണ്. ഒറ്റയ്ക്കാണ് ഡയാലിസിസിന് പോകുന്നത്. അപ്പം നാത്തൂനാണ് ആ സമയത്ത് എന്നെ നോക്കുന്നതൊക്കെ. ഞങ്ങൾ വേറൊരു വീടെടുത്ത് അവിടെ നിൽക്കുവാണ് ആ സമയത്ത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കെല്ലാം ഇങ്ങനെ പോയി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ചിറമേലച്ഛൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാള് കിഡ്നി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വൈറ്റില ഹബ്ബിൽ വന്ന് ഇറങ്ങുവാണ്. അപ്പൊ പുള്ളിക്കാരത്തി കോട്ടയത്തുള്ള ഒരു ടീച്ചറാണ്. പുള്ളിക്കാരത്തി വെൽ ഗ്രാജുവേറ്റഡ് ആണ്. ഹസ്ബൻഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. 3 മക്കളുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഒരു കിഡ്നി കൊടുക്കണം, പുള്ളിക്കാരത്തിയുടെ ആഗ്രഹം അതാ. അതുമല്ല അങ്ങനെ അവിടെ, അപ്പൊ എനിക്കറിഞ്ഞൂടാ പുള്ളിക്കാരത്തി എന്തുവാ ഏതാണെന്ന് നമുക്കറിഞ്ഞൂടല്ലോ. അങ്ങനെ വൈറ്റില ഹബ്ബിൽ ചെന്നിറങ്ങിയപ്പോൾ പുള്ളിക്കാരത്തി മിനി എന്നാണ് പേര്, ഞാൻ മിനി ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ടീച്ചറാണ്. മിനി ചേച്ചിയെ കണ്ടു, ആദ്യമായിട്ട് കാണും. അപ്പൊ ഓടി വന്നു സംസാരിച്ചു. അപ്പം അന്ന് ആഴ്ച 3 വട്ടം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അസ്ഥികൂടമാണ്, ശ്വാസം ഇല്ല, ഒരു എല്ലും ഒരു തുണിക്കഷ്ണം ഒരു ഇറുക്കില്ലാതെ ചുറ്റിയിരിക്കുന്ന ഒരു അവസ്ഥ. അതേ പറയാനുള്ളൂ. കണ്ണും പല്ലും മാത്രമുണ്ട്. പിന്നെ ഇങ്ങനെ വയറിങ്ങനെ വീർത്തിരിക്കും, ഗോയിറ്റ് വന്നതുപോലെ, ഒരു വല്ലാത്ത മനുഷ്യപ്പോലെ. ആര് കണ്ടാലും അയ്യോ ഇപ്പം വീണ് ചാവും എന്ന രീതിയിലാണ് എന്നെ നോക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്ത് ഓടി വന്നിട്ട് എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറെ, അപ്പൊ ഞാൻ ടീച്ചറെ എന്നാണ് വിളിക്കുന്നത്, ടീച്ചറെ. അപ്പൊ ഇവര് പറഞ്ഞു കിഡ്നിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ടീച്ചറെ മാറ്റി വെക്കാൻ എനിക്ക് നിവർത്തിയില്ല, കാരണം അപ്പോഴത്തേക്കും ഒത്തിരി നാളായി, ഏകദേശം അന്ന് 3 വർഷത്തിൽ മേലായി ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഉള്ള പൈസ എല്ലാം ഡയാലിസിസിന് കൊടുത്ത് തീർന്നു. ഇനിയിപ്പം ഹസ്ബൻഡിന് ജോലിയില്ല, ഇല്ലെങ്കിൽ വീട് വിൽക്കണം, എൻ്റെ വീട് വിൽക്കണം. അതല്ലാതെ ഇപ്പം അവർ പിന്നെ ഇങ്ങോട്ട് പോകും, അതുകൊണ്ട് ഇനി ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി എടുത്ത വരെ എന്നോട് പറഞ്ഞു രമ്യ പേടിക്കൊന്നും വേണ്ട, അതിനുള്ള പൈസയെല്ലാം ഞാൻ തരാമെന്ന്. മെഡിക്കൽ ട്രസ്റ്റിൽ അന്ന് 5 ലക്ഷം രൂപയാണ് കെട്ടിവെക്കേണ്ടത്. ടീച്ചറും ടീച്ചറിന്റെ ഹസ്ബൻഡ് സാറും കൂടെ വന്നിട്ട് 5 ലക്ഷം രൂപ കെട്ടിവെച്ച് ടീച്ചർ കിഡ്നി തന്നു. അതിനകത്ത് ഞാൻ ഒത്തിരി ടീച്ചറിനെതിരെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കോടതിയിലൊക്കെ കയറേണ്ടി വന്നു, കാരണം ടീച്ചർ എനിക്ക് കിഡ്നി തന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. ടീച്ചർ സോഷ്യൽ വർക്കറും കൂടെ, അപ്പം അവർക്കെതിരായിട്ട് കുറെ പേര് നിൽക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ലേഡീസ്. അവരെല്ലാം എതിരായിട്ടൊക്കെ നിന്നു. അപ്പൊ രമ്യക്ക് ആദ്യത്തെ കിഡ്നി ഇപ്പോഴും അത് തന്നെ ഇരിക്കുന്നത്, അച്ഛന്റെ കിഡ്നി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ 2 കിഡ്നി ഫെയിൽ ആകുമ്പോഴാണ് ഒരു കിഡ്നി മാറ്റി വെക്കുന്നത്. ഈ പ്രസ് ക്ലബിൽ, കോട്ടയം പ്രസ് ക്ലബിലൊക്കെ ഞാൻ പോയിട്ട് ഇതൊക്കെ എന്നോട് പ്രസ് മീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ടീച്ചറിന്റെ കിഡ്നി എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടായി. പത്രങ്ങളിൽ വന്നു, മാഗസീനിൽ വന്നു, വനിതയെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ന്യൂസ്. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് രമ്യയുടെ കേസൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ എനിക്കതൊക്കെ മനസ്സിലായി, കാരണം ഞാൻ ജീവിച്ച് എഴുന്നേറ്റ് വരുന്നത് പിശാചിന് ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം പുള്ളിക്കാരത്തി ഒരു മനുഷ്യനും മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത രീതിയിൽ ദൈവം എനിക്ക് അത്ഭുതം ചെയ്തത്. കാരണം ഇനി ഒരു പ്രതീക്ഷയില്ല, അസ്ഥി കൂടെ ഞാൻ മരിച്ചു പോകും, ഇനി എന്റെ മുമ്പിലൊന്നുമില്ല. അപ്പൊ ഞാൻ ദൈവത്തോട്, ദൈവം നിന്റെ നാമം ഞാൻ നിന്നിട്ടും ദുഷിക്കപ്പെടല്ല ഒരിടത്തും എന്ന് മാത്രമേ എന്റെ പ്രാർത്ഥനയുള്ളൂ. ആ സമയത്ത് അതുപോലെ എന്റെ ഹസ്ബൻഡ് നോക്കുക എനിക്ക് അങ്ങ് ഭയങ്കര വിഷം, കാരണം ആ പുള്ളിയുടെ എല്ലാം കളഞ്ഞ് എന്റെ കൂടെ നിൽക്കുക, എന്നേന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് അതിനെക്കാട്ടി വിഷമം. അങ്ങനെ ആ ദൈവം എനിക്ക് അത്ഭുതം ചെയ്തത് ഭയങ്കര, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പാസ്റ്ററെ. കാരണം ഞാൻ അതിശയത്തോടെ മിനി ടീച്ചറിനെ പിന്നെ കണ്ടത്. കാരണം ഒരു മനുഷ്യൻ 1000 രൂപ ചോദിച്ചാൽ ആരും കടം കൊടുക്കത്തില്ല. ആ ഇടത്താണ് ആ സ്ത്രീ 5 ലക്ഷം രൂപ അവിടെ കൊണ്ട് കെട്ടിയിട്ട് എനിക്ക് കിഡ്നിയും തന്നത്. അന്ന് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷന് അപ്പം ഡോക്ടർ എന്നെ
ട്രീറ്റ്മെന്റ് എല്ലാം തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ഞങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് ഡോക്ടർ എന്നെ ഹസ്ബൻഡിനെ കൂടെ വിളിച്ചിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കേണ്ട. കാരണം രമ്യ അപ്പം എറിത്രോപോയിറ്റിന്റെ ഇഞ്ചക്ഷൻ എടുത്താണ് ബ്ലഡ് ഉണ്ട്, അല്ലാതെ സ്വന്തമായിട്ട് ശരീരത്തിൽ ബ്ലഡ് ഇല്ല. പിന്നെ ബ്ലഡ് കയറ്റി തന്നെ എൻ്റെ ശരീരം മൊത്തം ക്ലാവ് പോലെ കളറാവും. കാരണം ഒത്തിരി ബ്ലഡുകൾ എൻ്റെ ശരീരത്തിൽ കയറ്റി ശരീരവും മറ്റ് ബ്ലഡുമായിട്ട് എനിക്ക് ചേർന്ന് പോകുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി മാറ്റിവെക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം കൊച്ചു രക്ഷപ്പെടത്തില്ല, പിന്നെ വെറുതെ മാറ്റിവെക്കാന്നേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് നല്ല വിശ്വാസം അവള് ജീവനോടെ പുറത്തു വരുമെന്ന്. അതുമല്ല, ഞാൻ ഈ അസുഖത്തിന്റെ സമയത്തെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം എപ്പോഴും ഞാൻ പ്രഖ്യാപിക്കുമായിരുന്നു പാസ്റ്ററെ. ഞാൻ പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോട് യഹോവയുടെ പ്രവർത്തികൾ വർണ്ണിക്കും. അത് എപ്പോഴും എൻ്റെ നാവിനകത്ത് അത് എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല, പക്ഷെ ഞാൻ ഈ വാക്യം എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഞാൻ ഇരുന്ന് പറയും, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോട് യഹോവയുടെ ഭയങ്കര ശ്വാസം വിട്ട് ഇപ്പൊ സീരിയസ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നിടത്ത് ഞാൻ പറയും, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോട് യഹോവയുടെ പ്രവർത്തികൾ വർണ്ണിക്കും. ഞാൻ വാശി പിടിച്ച് കർത്താവിനെ ആരാധിക്കാൻ കൊട്ടാരക്കര എറണാകുളത്ത് നിന്ന് പോയിട്ടുണ്ട്. 31st സമയത്ത്, ഒരു വട്ടം 31st സമയത്ത് എനിക്ക് സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്, ട്രീറ്റ്മെന്റ് നടക്കുകയാണ്, ഡയാലിസിസ് ഉണ്ട് ആലുവയിൽ. ഞാൻ ഒന്നിക്കരാടെ മുന്നമേ ഡയാലിസിസ് ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോയി, എനിക്ക് 31st കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി. അങ്ങനെ ആരാധിക്കാൻ പോയി 2 ദിവസത്തിന് മുന്നമേ അവിടെ ചെന്നു. പക്ഷെ ചെന്നതിന്റെ പിറ്റേന്ന് എനിക്ക് ശ്വാസം മുട്ട് കൂടി. ശ്വാസം മുട്ട് കൂടുമ്പോൾ എനിക്കൊരു പേടിയാ, ദൈവം ഇപ്പൊ ഞാൻ മരിക്കുക എന്നുള്ള പേടി. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അന്ന് പറഞ്ഞു, നമുക്കങ്ങ് പോയാൽ എറണാകുളത്ത് എന്ന് പറയുമ്പോൾ, മിണ്ടരുത്, നീ എടുത്തിയാടി വന്നതാന്ന് പറഞ്ഞ പുള്ളിക്കാരെ. അവസാനം അന്നത്തെ ദിവസം ഞാൻ എങ്ങനെയോ കഴിച്ചു കൂട്ടി. അന്നെല്ലാം ഇരുന്നുറങ്ങുവാ, കാരണം കിടന്നുറങ്ങാൻ പറ്റത്തില്ല, കാരണം കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് വെള്ളത്തോടൊക്കെ അങ്ങ് സ്നേഹമായിരുന്നു, കാരണം വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഇത്രയുള്ള ചെറിയ ഗ്ലാസ്സിന് അതിന് ശകലം വെള്ളം, 1-2 സ്പൂൺ വെള്ളം കുടിക്കാവോ. പക്ഷെ ഞാൻ പേടിച്ച് കുടിച്ചാൽ എനിക്ക് പിന്നെ ടെൻഷനായി, പിന്നെ ഒട്ടും പറ്റത്തില്ല, യൂറിൻ പോകുന്നില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഞാൻ മീറ്റിങ്ങിന് വന്നു. ഉപവാസ പ്രാർത്ഥന നടന്നിട്ടാണ് 31st മീറ്റിംഗ്. 2ാമത്തെ ദിവസം മീറ്റിംഗ് പോയത്. അന്ന് എനിക്ക് കുഴപ്പമില്ല, അത് ശനിയാഴ്ചയാണ്. വീട്ടിൽ വന്ന് ഇങ്ങനെ അപ്പൊ ഒരു കസേരക്കകത്ത് കാലിങ്ങനെ പൊക്കി നീട്ടി വെച്ച് വേറൊരു കസേരക്കകത്ത് ചാരി ഇരുന്നാണ് ഞാൻ ഇരിക്കുന്നത്, കാരണം തൂക്കിയിടാനൊന്നും പറ്റത്തില്ല. അപ്പൊ എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, അപ്പോഴെനിക്ക് അന്ന് കുഴപ്പമില്ല, പക്ഷെ തലേന്ന് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ പറയുന്ന സമയത്ത് എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നോട് പറഞ്ഞു, നമുക്ക് ഇന്നങ്ങ് പോയാലോ, എന്തായാലും 2 ദിവസത്തെ മീറ്റിംഗ് കൊട്ടാരക്കര അറ്റൻഡ് ചെയ്തല്ലോ, ഇനി നമുക്കങ്ങ് അവിടെ എറണാകുളത്ത് പോയിട്ട് അവിടുത്തെ മീറ്റിംഗ് നമുക്ക് കയറാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് എന്തായാലും ഉള്ളിനകത്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ട് എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു, അങ്ങ് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 മണിയുടെ ബസ്സിന് കയറി. വൈറ്റ്ലൈ വരുന്നതിന് മുമ്പ് ആലുവയിലെ ഒരു ബൈസ്റ്റാൻഡർ ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പൊ എന്റെ ഫോണിലാണ് വിളിച്ചത്. എന്നോട് ചോദിച്ചു, കലേഷ് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, പുള്ളി അങ്ങ് ബാക്കിലിരിക്കുകയെന്നല്ലോ. എന്താ സാറേ എന്ന് ചോദിച്ചപ്പം, അപ്പൊ ആ സാറ് ഷിപ്പ് യാർഡിലൊരു ജോലിയുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ ആ അളിയനെയും കൊണ്ടാണ് സാറ് ഡയാലിസിസിന് വരുന്നത്. അപ്പൊ എന്റെ മനസ്സിന് ഇത് പെട്ടെന്ന് ഫീൽ ചെയ്തു. അളിയൻ നല്ല ഹെൽത്തിയാണ്. അപ്പൊ എന്നോട് എപ്പോഴും പറയും, എന്റെ ഹസ്ബൻഡ് പറയും, നീ സൂക്ഷിക്കത്തില്ല, നീ കണ്ട പഴംപൊരിയും ചായയും ഇല്ലെങ്കിൽ വേണ്ടാത്ത എല്ലാം മേടിച്ച് കഴിക്കും, നീ ബോഡി സൂക്ഷിക്കത്തില്ല. ആ മനുഷ്യനെ കണ്ടല്ലേ, പുള്ളി എത്രയോ നന്നായിട്ട് ബോഡി, അപ്പൊ നല്ല ഹെൽത്തി ഉള്ളൊരു മനുഷ്യൻ. അപ്പൊ അപ്പൊ എനിക്ക് വയ്യ, കാരണം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ എനിക്ക് ശ്വാസം മുട്ട് കൂടിയായിരുന്നു. വായൊക്കെ തുറന്നിട്ട് ഞാനിങ്ങനെ കാറ്റിട്ടുമ്പോൾ ഓരോ ടിപ്പ് കണ്ടുവച്ചിട്ടുണ്ട് പാസ്റ്റേ. കാരണം വർഷങ്ങളായിട്ട് ഡയാലിസിസ് ആയതുകൊണ്ട്, വർഷങ്ങളായിട്ട് ഈ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട്, എങ്ങനെ ഇരുന്നാൽ എനിക്ക് ശ്വാസം മുട്ട് കുറയും, എങ്ങനെ ഇരുന്നാൽ എനിക്ക് ഭേദമാവും എന്നൊക്കെ ഞാൻ തന്നെ ഓരോ ടിപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ വായൊക്കെ തുറന്ന് ഇങ്ങനെ കാറ്റ് സൂപ്പർ ഫാസ്റ്റിലെ വരുന്നത്, പുറം കാറ്റ് കിട്ടുമ്പോൾ ഇച്ചിരി ആശ്വാസം കിട്ടാൻ ബ്രീത്തൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോഴേ ഈ സാറ് വിളിക്കുന്നു. അപ്പൊ എന്റെ മനസ്സിനകത്ത് ഫീൽ ചെയ്യുവാണ്, ഈ സാർ എന്നെ ഈ സമയത്ത് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പുറകിലാണ് ഹസ്ബൻഡ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സാറിനോട് പറഞ്ഞു, സാറേ ഹസ്ബൻഡ് പുറകിലിരിക്കുക. അന്ന് കുഴപ്പമില്ല, ഞാൻ പിന്നെ പുള്ളിയെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പക്ഷെ എന്റെ മനസ്സിൽ പറയുന്നത് എന്തോ ഉള്ള ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന്. അപ്പൊ വൈറ്റിലെ ഇറങ്ങിയിട്ട്, അപ്പൊ ഞങ്ങളുടെ ബൈക്ക് വൈറ്റിലെ അകത്ത് ഹബിൽ വെച്ചിരിക്കുക, അപ്പൊ പുറത്താണ് വണ്ടിയാണ് നിർത്തിയത്. അപ്പൊ എനിക്ക് വയ്യ. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ പറ്റി, പുള്ളി വിളിച്ചത്? അപ്പൊ എന്നെയും വിളിച്ചെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പറ്റിയോ, ആ മനുഷ്യന് എന്തെങ്കിലും പറ്റിയോ? അപ്പം എന്നോട് പറഞ്ഞു, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്നോട് പറ എന്ന് പറഞ്ഞു. അപ്പൊ നീ വിഷമിക്കല്ലേ, ആ പുള്ളി മരിച്ചുപോയി എന്ന് പറഞ്ഞു. പുള്ളിക്ക് ശ്വാസം മുട്ടലായിരുന്നു. പെട്ടെന്ന് വീട്ടിൽ നിന്ന് അമൃത വരെ 1/2 മണിക്കൂറേ ഉള്ളൂ ദൂരം. പക്ഷെ അമൃതയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി മരിച്ചു. സാർ അതാ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്കിത് കേട്ട പാതി കേൾക്കാത്ത പാതി എനിക്ക് ശ്വാസം മുട്ട് വീണ്ടും കൂടി, കാരണം ടെൻഷൻ അടിച്ചിട്ട്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ദേഹം കഴുകി ഇതുപോലെ കാല് നീട്ടി, ഒരു കസേരക്കകത്ത് കാല് നീട്ടി. അപ്പോൾ ഡെറിഫിൽ എന്ന് പറയുന്ന ടാബ്ലറ്റ്, അത് ഞാൻ തന്നെ വേറൊരു പേഷ്യന്റിന് കൊടുക്കുന്ന കണ്ടിട്ട് ഞാൻ തന്നെ മേടിച്ചു വെച്ചിരിക്കും. ഡോക്ടർ എനിക്ക് എഴുതി തന്നില്ല. അപ്പൊ അത് കഴിക്കുമ്പോൾ ഇച്ചിരി ശ്വാസം മുട്ടൽ കുറയും.
അതും എടുത്ത് കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുവോ. അപ്പം എന്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ പുള്ളിക്കാരനെ മനസ്സിലായി ഇത് ഇവിടെ ഒന്നും ശരിയാവത്തില്ല, പെട്ടെന്ന് അവളെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോകാം. അപ്പൊ ഏകദേശം രാത്രി 11 മണിയാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വണ്ടി വിളിക്കും. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു. അപ്പൊ നമ്മുടെ വണ്ടി അങ്ങ് വയറ്റിലിരിക്കുന്നത് രാവിലെ പോയി എടുക്കാന്നുള്ള ചിന്തയിൽ ഇരിക്കുവായിരുന്നു. പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ വണ്ടിയിൽ എടുത്ത് കയറ്റി. അത്രയ്ക്ക് വയ്യ എനിക്ക്. ഇവിടെ മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുചെന്നു. മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുവന്നപ്പം അന്ന് ഡോക്ടർ അവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് നേരെ ഡയാലിസിസ് റൂമിൽ പോകാനും പറ്റത്തില്ല. അങ്ങനെ ഒബ്സർവേഷനിൽ കൊണ്ടുപോയപ്പം എനിക്ക് ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ട് കൂടി. വായിന്ന് ഇങ്ങനെ നൊര വന്നുകൊണ്ടിരിക്കുവാണ്. കൈയും കാലോട്ട് അടിക്കാൻ തുടങ്ങി. അവർ ക്യാനിലിട്ടിട്ട് എനിക്ക് ക്യാനിൽ കയറുമെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോഴത്തേക്കും ബില്ലടയ്ക്കാൻ പോയ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചു. പുള്ളി ഓടിക്കൊണ്ടു എന്തു എന്ന്, കാരണം അത്രയ്ക്ക് ശ്വാസം കിട്ടുന്നില്ല, കൈയും കാലും എടുത്തിട്ട് അടിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു പെട്ടെന്ന് അങ്ങ് ഐസിയുൽ അഡ്മിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഐസിയുൽ എന്നെ വിടണ്ട, കാരണം എന്റെ പൈസ ഇല്ല. 2000 രൂപ അന്ന് അക്കൗണ്ടിൽ കിടപ്പുണ്ടെന്നായിട്ട് എനിക്കറിയാം. പിന്നെ ഞങ്ങൾ 2 പേരുള്ളൂ. ഇപ്പൊ എന്നെ ഐസിയുൽ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ പൈസ ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയാം എന്നെ ഐസിയുലൊന്നും അഡ്മിറ്റ് ചെയ്യണ്ട, എന്നെ വേഗത്തെ എങ്ങ് ഡയാലിസിസ് റൂമിൽ വിടാമോ. അപ്പൊ ഇവര് പറയാം വേണ്ട, പറ്റത്തില്ല ഐസിയുൽ. അപ്പൊ ഞാൻ അവർക്ക് ആലോചന പറഞ്ഞങ്ങോട്ട് കൊടുക്കുക, ഞാൻ ഐസിയു അഡ്മിറ്റ് ചെയ്ത് എന്നെ ഐസിയുൽ അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഡയാലിസിസ് റൂമിൽ നിന്ന് ഡയാലിസിസ് മെഷീൻ ഐസിയു കൊണ്ടുവന്നിട്ട് എനിക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അതിനും ഭേദം എന്നെ അങ്ങ് ഡയാലിസിസ് റൂമിൽ കൊണ്ടാക്കുന്നേ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരോട് അങ്ങോട്ടൊക്കെ വാദിച്ചു. കാരണം എന്റെ ഉള്ളിന് പൈസ ഇല്ലല്ലോ എന്ന ചിന്തയില്ല. അതുപോലെ എനിക്ക് വയ്യ, ഒട്ടും വയ്യ, ഞാൻ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുക. എന്തുവായാലും അവര് എന്റെ വഴക്ക് കാരണം അവരെന്നെ അങ്ങ് ഡയാലിസിസ് റൂമിൽ ചെന്നു. അപ്പം അവിടെയുള്ള നേഴ്സുമാർക്കൊക്കെ എന്നെ അറിയുന്നത്, എന്നെ ഇങ്ങ് വന്നാൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു സാറില്ലാത്തതുകൊണ്ട് ഒബ്സർവേഷനിൽ പോയത്, കാഷ്വാലിറ്റി പോയെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ പൊന്നു പാസ്റ്ററെ, രാത്രി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഡയാലിസിസ് ഒരു സമാധാനമില്ല. കൈയും കാലും ഇട്ട് അടിക്കാനും ഭയങ്കര ബഹളവും. അതിനകത്ത് വായിന്ന് ഭയങ്കരമായിട്ട് നൊര വന്നു. ഈ നൊര വന്നത് ഞാൻ പിന്നെ മനസ്സിലായി, ഇല്ല ഡെർഫിലിനൊക്കെ കഴിച്ചത് എല്ലാം പുറത്തു വരുക. അങ്ങ് ശ്വാസം മുട്ടല് അങ്ങ്. അപ്പം പുള്ളിക്കാരൻ പുറത്ത് കോറിഡോറിൽ ഇങ്ങോട്ട് വാതിൽ തുറന്ന് നോക്കുക. അപ്പോഴും എന്റെ ബഹളം കാരണം ഭയങ്കര അസ്വസ്ഥത. ആ പുള്ളി എല്ലായിടും വിളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ ഇങ്ങനെ ആ സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മരണവെപ്രാളോ, നമ്മുടെ ജീവൻ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതെല്ലാം കഴിഞ്ഞൊരു 5 മണിയാവുന്ന സമയത്ത് ഞാൻ നോർമലായി. പെട്ടെന്ന് ഞാൻ നോർമലായിട്ട് ഞാനിങ്ങനെ, അപ്പം അവിടെ ക്ലോക്ക് ഉണ്ട്, ഞാൻ നോക്കി 5 മണി. അതുവരെ ആരും ഉറങ്ങിയിട്ടില്ല. അപ്പൊ അതുമല്ല എന്റെ വായിൽ നിന്ന് ആ നൊരയും പതി ഇങ്ങനെ വന്നപ്പോൾ ആ നേഴ്സ് വന്ന് തുടച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പുള്ളിയുടെ അടുത്ത് കൈ അഴിച്ചു, കുഴപ്പമില്ല ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് പോയി ബൈക്കൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം. ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ, വീട്ടിൽ പൊക്കോളാം, എന്തെങ്കിലും വയ്യാഴി വേണ്ട വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ പാസ്റ്ററെ എല്ലായിടും ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കുമായിരുന്നു. അന്ന് തീരെ വയ്യ. ഞാൻ എന്റെ അടുത്തയാട്ടം കൊണ്ട് കൊട്ടാരക്കര ദൈവത്തെ ആരാധിക്കാൻ പോയത്. പക്ഷെ ഞാൻ തിരിച്ചു വന്ന് ഹസ്ബൻഡ് പറഞ്ഞതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കൊട്ടാരക്കര വെച്ച് എനിക്ക് വയ്യണ്ടെങ്കിൽ എനിക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല, ഹോസ്പിറ്റലിൽ എങ്ങും പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ A to Z അവർ ചെക്ക് ചെയ്തിട്ടേ നമ്മളെ ട്രീറ്റ്മെന്റിന് അവർ കയറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൊല്ലത്തായാലും ഒന്നും പോകാൻ പറ്റത്തില്ല. എറണാകുളത്ത് ദൈവമായിട്ട് എന്നെ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലൽ ഞാൻ 14 നില കെട്ടിടത്തോട് നോക്കിയിട്ട് ഞാൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനം, ഇനി മേലിൽ ഞാൻ ഇതിനകത്ത് ശ്വാസം മുട്ടലായിട്ട് കയറത്തില്ലെന്ന്. അതിനുശേഷം ഒത്തിരി നാൾ കഴിഞ്ഞ്, ഏകദേശം 2.5 വർഷം കഴിഞ്ഞ എന്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ശ്വാസം മുട്ടൽ വന്നിട്ടും ഇല്ല. ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ കയറിയിട്ടുമില്ല. ഞാൻ എപ്പോഴും എനിക്കറിഞ്ഞൂടാ ഞാൻ ഇത്രയും വിശ്വാസം പറയും. അത് എന്റെ നാവിനകത്ത് ദൈവം അങ്ങ് പറയുന്നത്, അല്ലാതെ ഇങ്ങനെ പറ അങ്ങനെ പറയാൻ ആരും പഠിപ്പിച്ചതൊന്നുമല്ല. എന്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ആ ഒരു സ്പിരിറ്റ് ആണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ. ഞാൻ മരിച്ച അവസ്ഥയെ പോലും ഞാൻ പറയില്ല, ഞാൻ മരിച്ചേയില്ല, ഞാൻ ജീവിച്ച് എഴുന്നേറ്റ് പുറത്തു വരും. ഒപ്പം നിൽക്കാൻ നമുക്ക് കൂട്ടാളിയായിട്ട് നമുക്ക് ഒത്ത് പ്രാർത്ഥിക്കാൻ നല്ലൊരു ഭർത്താവിനെയും കൂടെ ദൈവം തന്നതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം ഒത്തിരി പേര് നമ്മളെ തള്ളിക്കളഞ്ഞെങ്കിലും ചേർത്ത് നിർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക നല്ലൊരു കുടുംബജീവൻ തന്നതാണ് എന്റെ ഏറ്റവും അനുഗ്രഹം. അത് കഴിഞ്ഞ് ഇതുപോലെ ടീച്ചർ കിഡ്നി തന്നു. അപ്പൊ കിഡ്നി തരുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു മാറ്റി വെക്കണ്ട, കാരണം നിങ്ങളുടെ രമ്യയുടെ സിറ്റുവേഷൻ മോശമാണ്, വെച്ചാൽ 3 ദിവസമേ കിഡ്നി ഇരിക്കത്തുള്ളൂ. 3 ദിവസം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് ശരി തന്നെ, 3 ദിവസം ഇരിക്കത്തുള്ളൂ. കാരണം അവർക്ക് അറിയാലോ, ഡോക്ടേഴ്സിന് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല ഡോക്ടറെ, ഞാൻ വിശ്വസിക്കുന്നു അവള് പുറത്ത് വരും, അവള് രക്ഷപ്പെടും എന്ന്. ആ ഒരൊറ്റ ഉറപ്പിന്റെ മേലെ ഡോക്ടർ ഓക്കെ പറഞ്ഞത്. അങ്ങനെ ഓപ്പറേഷന് എന്നെ കയറ്റി. 3 ദിവസം, 3-ാമത്തെ ദിവസം അപ്പൊ ആദ്യത്തെ 2 ദിവസം നമുക്ക് ബെഡിൽ തന്നെയാണ് അവർ എല്ലാ കാര്യങ്ങളും. ഫുഡ് ആദ്യത്തെ ഫുഡല്ല, ആദ്യം വെള്ളമാണ്. 2-ാമത്തെ ദിവസം ഫുഡ്. 3-ാം ദിവസം എന്നോട് പറഞ്ഞു ചേച്ചി എഴുന്നേറ്റ്, നേഴ്സ് പറഞ്ഞു ചേച്ചി എഴുന്നേറ്റ് കുറച്ച് ദൂരം. അപ്പൊ എന്റെ ഫ്രണ്ടിൽ ECGയുടെ കുറെ വയറ് കാര്യങ്ങള്, ഡ്രെയിൻ പോകാൻ ട്യൂബ്, യൂറിൻ ട്യൂബ്, ഇവിടെ മുതുകത്ത് കുറെ ഏതാണ്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഇരിക്കുക, നടക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി എഴുന്നേറ്റ് നടന്നു പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നു പറഞ്ഞു.
ഞാൻ എഴുന്നേറ്റ് നടന്ന് അവിടം വരെ ചെന്ന്. അപ്പൊ പക്കത്ത് ചെന്നപ്പം എന്റെ ഈ ഡ്രസ്സ് ഇങ്ങനെ കിടന്ന് ഇടിക്കുന്നുണ്ട്. അപ്പൊ ഇത് നേരത്തെ ഒരിക്കലും ഞാൻ ഓർഫണേജ് വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അന്ന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അത് മാറിപ്പോയതാ. പക്ഷേ വീണ്ടും എനിക്ക് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങിയിട്ട് എന്റെ തലയ്ക്കകത്തുനിന്ന് ഇങ്ങനെ അങ്ങ് ഇവിടുത്തെ നരമ്പൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു എന്താ നമ്മുടെ BP-യുടെ സൗണ്ട് അതുപോലെ, ഹാർട്ട് ബീറ്റ് ഇടിക്കുന്നത് പോലെ. അപ്പൊ എനിക്ക് ടെൻഷൻ കൂടി, ദൈവം ഇനി എന്തുവാ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം മറ്റേ ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ രമ്യ എടുത്തത് പറയല്ലേന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞു, എടി ഇങ്ങനെ ഡോക്ടർ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തുവാലും മുമ്പോട്ട്. കാരണം ടീച്ചർ വേറെ ആർക്കും കിഡ്നി കൊടുക്കത്തില്ല, ഇനിയിപ്പോ എനിക്ക് തന്നില്ലെങ്കിൽ പുള്ളിക്കാരി ആർക്കും കൊടുക്കത്തില്ല. അതുപോലെ എത്രയും രൂപ കെട്ടി വെച്ചില്ലേ, എന്തായാലും നമുക്ക് എടുക്കാം. അതുപോലെ ദൈവമല്ലേ നമ്മുടെ കൂടെ ഉള്ള എന്നും പറഞ്ഞാൽ ഉറപ്പിലാണ് നിൽക്കുന്നത്. അവിടം വരെ പോയിട്ട് എന്റെ മനസ്സിൽ എന്റെ ബുദ്ധിക്ക് ഞാൻ ചിന്തിക്കും, ഞാൻ എല്ലാത്തിനും സ്മാർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാളാ. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്ത് ടോയ്ലറ്റിലൊക്കെ പോയി എനിക്ക് ടോയ്ലറ്റിൽ പോകണം, ബാത്റൂമിൽ പോകണം, ബ്രഷ് ചെയ്യണം, എന്നിട്ട് ബെഡിൽ വന്ന് കിടക്കാം എന്നെന്റെ ചിന്ത. പക്ഷെ എന്റെ മനസ്സിനകത്ത് ആരോ പറയും, നീ തിരികെ അങ്ങ് ബെഡിൽ പോ, നീ തിരികെ അങ്ങ് ബെഡിൽ പോ, ഇത് പറയുക. അപ്പൊ ഞാൻ അത് കേട്ടു. അപ്പൊ കേട്ടപ്പോ എന്റെ മനസ്സിൽ തോന്നി, വേണ്ട, തിരികെ അങ്ങ് ബെഡിൽ പോ. പക്ഷെ എന്റെ സ്വയം ബുദ്ധിക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ടില്ല, ബാത്റൂമിൽ പോകണം, എനിക്ക് അത്യാവശ്യമാണ്, ബ്രഷ് ചെയ്യണം, ടോയ്ലറ്റിൽ പോകണം. പക്ഷെ എന്നോട് വീണ്ടും വീണ്ടും പറയാം, നീ പറയ തിരികെ ബെഡിൽ പോ, തിരികെ ബെഡിൽ പോ എന്ന് പറഞ്ഞ് ഞാൻ അത് കേട്ടിട്ട്. അപ്പം അശ്വതി എന്ന് പറഞ്ഞ ഒരു നേഴ്സാണ് എന്റെ കൂടെ അന്ന് ഉള്ളത്. അപ്പം മെഡിക്കൽ ട്രസ്റ്റ് ആയിട്ട് ICUയിൽ ഓരോരുത്തർക്കും ഓരോ നഴ്സുമാരും കൂടെ ഉണ്ട്. അങ്ങനെ വന്നു അവിടെ കിടന്നോ ഇരുന്നോ എന്ന് എനിക്കറിയില്ല. മോളെ എന്നെ ഒന്ന് പിടിക്കുന്നു മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തുവായാലും പിന്നെ ഞാൻ കാണുന്ന എന്റെ പാസ്റ്ററെ അൺകോൺഷ്യസ് ആയി. പിന്നെ ഞാൻ കാണുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിച്ചതുപോലെ അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ള, അതായത് സൂര്യനെക്കാട്ടിൽ പ്രകാശത്തില് എന്റെ യേശുപ്പ എന്നെ ഇങ്ങനെ നോക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഇത് പറയുമ്പോൾ തന്നെ എന്റെ ദേഹം കോരിത്തരിക്കുന്നുണ്ട്. സ്തോത്രം. ഭയങ്കര പ്രകാശത്തിൽ എന്നെ ഇങ്ങനെ നിന്ന് നോക്കുന്ന ഒരു സ്നേഹത്തോടുള്ള ഒരു നോട്ടം. അതിനകത്ത് നമുക്ക് ആ പ്രകാശത്തിൽ തന്നെ കണ്ണും പിരികവും മുടിയൊക്കെ കാണാം. അതെല്ലാം നല്ല വെള്ളിയാണോ അതിനെക്കാട്ടിൽ പ്രകാശത്തിലാണ് ഇതെല്ലാം ഞാൻ കാണുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. എന്റെ ചുറ്റിനും ഡോക്ടേഴ്സ് ഉണ്ട്. അനസ്തേഷ്യ തന്ന ഡോക്ടർ വരെ എന്റെ കൂടെ അവിടെ നിൽപ്പുണ്ട്. അനസ്തേഷ്യ എന്ന ഡോക്ടർ നിന്നിട്ട് അപ്പൊ ഈ മനുഷ്യന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ നേഴ്സ് മാത്രമേ ഉള്ളൂ എന്റെ IC റൂമില്. വേറെ അത്രയും ഡോക്ടേഴ്സ് ഒക്കെ വട്ടം കൂടി നിന്നിട്ട് പിന്നീട് എനിക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കുന്നത്. അപ്പൊ എത്ര നേരം ഞാൻ അൺകോൺഷ്യസ് ആയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടും. പക്ഷെ ഞാൻ എന്റെ കർത്താവിനെ കണ്ടു. ഈ കണ്ടിട്ട് ഞാൻ ആശ്ചര്യപ്പെട്ട്, എനിക്കങ്ങ് ഉള്ളിൽ സന്തോഷമാണ്. ഈ ഡോക്ടേഴ്സ് അവിടെ നിൽക്കുന്നതൊന്നും എനിക്കൊരു ഫീലിംഗ് അല്ല, എനിക്ക് വയ്യാണ്ടായ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ കണ്ണു തുറന്ന് ഞാൻ കുറച്ചു നേരത്തേക്ക് ഞാൻ ഈ നമ്മുടെ ഭൂമിയിൽ ഇല്ലാത്ത രീതിയിലാണ് എന്റെ ആ ഒരു ചിന്ത. ഞാൻ ദൈവത്തെ കണ്ടേ എന്നൊരു സന്തോഷം. കാരണം ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. കർത്താവിന് നമ്മൾ വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതല്ലാതെ എന്റെ അപ്പനെ ഞാൻ ഇങ്ങനെ കാണുമെന്ന് എനിക്കൊരു അനുഭവം ഇല്ലല്ലോ. അത് ഭയങ്കര ഒരു സന്തോഷം. പെട്ടെന്ന് എനിക്ക് ഓക്സിജൻ മാസ്ക് വെച്ചു. ഡോക്ടേഴ്സ് ഒക്കെ നോക്കി, കുഴപ്പമില്ല. അപ്പൊ നേഴ്സ് അവിടെ നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം അമ്മയെ വിളിച്ചു, കാരണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. പാസ്റ്ററെ, ഒരാൾ മരിക്കുന്ന സമയത്ത് ഞാൻ കേട്ട അറിവാണ്, ഒരാൾ മരിക്കുന്ന സമയത്താണ് അവരുടെ മോഷൻ വരെ പോകുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അന്ന് കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ മോഷൻ വരെ ആ സമയത്ത് ബെഡിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു, ഞാൻ മരണത്തിൽ നിന്ന് എന്നെ ദൈവം ജീവനോടെ എഴുന്നേൽപ്പിച്ചതാ. അത് ഇന്നും എനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതമാണ് അത്. കാരണം മരിച്ചൊരവസ്ഥയല്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ ഇല്ല. നമ്മൾ ഇപ്പോഴാണ് അയ്യോ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ഉള്ളത് ജീവിതത്തിന്റെ ഒരു ഇതുകൊണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ലോകത്താണെന്ന് പോലും നമുക്കത് അറിയാൻ പറ്റത്തില്ല. ഞാനത് അനുഭവിച്ചതാണ്. അത് കഴിഞ്ഞ് അമ്മയുടെ ചെന്ന് വാതോരാതോ കർത്താവിനെ കണ്ട കാര്യം പറഞ്ഞു. പിന്നെ എന്റെ ഡ്രസ്സൊക്കെ അമ്മ കൊണ്ട്, അപ്പൊ മൊത്തം മോശമായല്ലേ, അതെല്ലാം കഴുകി വേറെ ഡ്രസ്സ് കൊണ്ടുവന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് അമ്മ വന്നു. അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ വരുന്നിടത്തും പോകുന്നിടത്തും എല്ലാം കയറുന്നിടത്തെല്ലാം ഞാൻ ഇത് പറഞ്ഞു. അങ്ങനെ ഒരു 6-7 ദിവസമായി. അപ്പൊ എനിക്ക് ഓക്കെ, ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ട് ഞാൻ IC റൂമിൽ കിടക്കുക. അപ്പൊ നഴ്സുമാരൊക്കെ വന്ന് പറയുന്നത്, ഞാൻ മാത്രം ഈ നമ്മുടെ TV ഉണ്ട് റൂമില്, TV-യിൽ ഇങ്ങനെ കർത്താവിന്റെ വചനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ. അപ്പൊ എന്നോട് പറയും, ചേച്ചി ആ സീരിയൽ. ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ സീരിയലൊന്നും കാണത്തില്ല. അപ്പുറത്തവരൊക്കെ സീരിയൽ കാണും, ചേച്ചി ഒന്നും. ഞാൻ പറയില്ല, സീരിയൽ ഞാൻ കാണത്തില്ല. ഒന്നുകിൽ സഫാരി ചാനൽ കാണും, ഇല്ലെങ്കിൽ യേശുവിന്റെ വചനമുള്ള ഏതെങ്കിലും ചാനൽ കാണും, അല്ലാതെ ഞാൻ ഒന്നും കാണത്തില്ല. അപ്പൊ ഈ ചേച്ചി എപ്പോഴും ഈ ചേച്ചിക്ക് പ്രാർത്ഥിക്കുന്ന കാര്യമുള്ളല്ലോ പറയാൻ നഴ്സുമാർ പറയും. അവസാനം 1-2 പേര് എന്നോട് പറയും, ചേച്ചി എനിക്കൊന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയാൻ. 6-7ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും
ഞാൻ ബെറ്ററായി വന്നു. അപ്പൊ രാവിലെ 3:30 ബ്ലഡ് എടുക്കും. അപ്പൊ ഞാൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എനിക്ക് അറിയാം അവരെന്തോ ചെയ്യാൻ വരുന്നു, അവരെ എങ്ങനെ എടുക്കുന്നു. ചില ഡയാലിസിസ് ചെയ്യുമ്പോൾ പോലും ഞാൻ പേഷ്യന്റ് ആണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് വന്ന് കുത്താന് മറ്റ് നഴ്സുമാർ പറയുന്നത്, ആ ചേച്ചി അടുത്ത് പോയി കുത്തി, ആ ചേച്ചി പറഞ്ഞു തരും. ഞാൻ കയ്യൊക്കെ കാണിച്ചു കൊടുക്കും. ഞാൻ ലാബ് ടെക്നീഷ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല, ഇതൊക്കെ നമ്മുടെ ഓരോ ഹൃദയത്തിൽ നിന്ന് വരുന്ന അറിവുകളാണ്. അപ്പൊ വേദനിക്കാതെ എങ്ങനെ ഒരു പേഷ്യന്റ് കുത്താം എന്നൊക്കെ ഞാൻ പറയണം. മോനെ, ഇങ്ങനെ കുത്തിയാൽ പേഷ്യന്റ് നോവത്തില്ല. അതുകൊണ്ട് പുതിയ നഴ്സും സ്റ്റാഫ്, അതായത് ഡയാലിസിസ് ടെക്നീഷ്യൻ അതിനൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാനാ പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ കുത്ത്, അപ്പം പേഷ്യന്റ് നോവത്തില്ല. അപ്പൊ എനിക്കറിയാം ഈ നഴ്സ് വന്നത് 3:30 ബ്ലഡ് എടുത്തു. ഓക്കെ, പോയി. എല്ലാ ദിവസവും എടുക്കുന്നതാ. അപ്പം 7:30 വന്ന് എടുക്കുന്നത്. അപ്പൊ 7:30 വന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ എന്തിനാ 7:30 വീണ്ടും ബ്ലഡ് എടുക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി കുഴപ്പമൊന്നുമില്ല, ചേച്ചിയുടെ ക്രിയാറ്റിന് ഇച്ചിരി വേരിയേഷൻ ഉണ്ടെന്ന്. എനിക്കിത് കേട്ടപ്പോ, അയ്യോ ദൈവം, ഇനി എന്തോ കർത്താവേ പരീക്ഷണം എന്ന് ആ മനസ്സിനകത്ത് പെട്ടെന്ന്. അത് കഴിഞ്ഞ് കൊച്ചു പോയി. 10 മണിയായപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് കുറവില്ല. ഇത് ക്രിയേറ്റിൻ ലെവൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങ് ആകപ്പാടെ ടെൻഷനായി. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറയും, ദൈവമേ, ഞാൻ നിന്നെ കണ്ടതില്ലേ, നീ, ഞാൻ എന്തൊക്കെ അനുഭവിച്ച് വന്നത്, ഒരു 6 വർഷത്തോളം ഞാൻ ഡയാലിസിസും കഷ്ടത്തിലൂടെ ഒക്കെ പോയതല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഇനി എന്നെ കൊണ്ടുപോകല്ലേ. അപ്പൊ അന്ന് എന്റെ ഡോക്ടർ, മാമൻ ഡോക്ടർ, മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ അന്ന് ലീവാണ്, സാർ അവിടെ ഇല്ല. അപ്പം ഇക്ബാൽ എന്ന് പറയുന്ന ഡോക്ടറിന്റെ 13 പേഷ്യന്റ് സർജറി അപ്പുറത്ത് കഴിഞ്ഞിട്ട് അവരെല്ലാം കിടപ്പുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ മാമൻ ഡോക്ടറിന്റെ പേഷ്യന്റ്. അപ്പം ഞാൻ അവിടെ കിടന്നിട്ട് ഡോക്ടറിനെ വന്ന് കണ്ട്, ഇക്ബാൽ സാറിനെ വന്ന് കണ്ട്. കാരണം ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ പേഷ്യന്റിനെ വന്ന് നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ബയോപ്സി ചെയ്യണം, നാളെ തന്നെ ചെയ്യണം. കാരണം ക്രിയാറ്റിൻ ലെവൽ കുറയുന്നില്ല. കാരണം വെച്ച കിഡ്നിക്കകത്തുനിന്ന് ഫ്ലൂയിഡ് എടുത്ത് അത് നമ്മളെ മരവിപ്പിക്കത്തൊന്നുമില്ല, അത് സ്പോട്ടിൽ തന്നെ എടുക്കുന്ന ഒരു ഇതാ. അപ്പൊ നാളെ എടുക്കാന്ന് പറഞ്ഞു. അപ്പം മാമൻ ഡോക്ടറിന്റെ 2 അസിസ്റ്റന്റ് ഡോക്ടറും ഈ ഡോക്ടറിന്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഞാനങ്ങ് ആദ്യ കയറി, അന്ന് ഉറങ്ങിയിട്ടില്ല. രാത്രി എനിക്ക് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇച്ചിരി വെള്ളം തരട്ടെ. എനിക്ക് വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ദൈവം ഇത് ചെയ്യല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും പറയുമായിരുന്നേ. അപ്പൊ ആ ഡോക്ടറിനോട്, അസിസ്റ്റന്റ് ഡോക്ടർ ലേഡി, ഒരു പെൺകൊച്ചുണ്ട്, അതിനോട് പറയും, ഇല്ല, നാളെ എന്റെ ദൈവം എനിക്ക് ബയോപ്സി ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ഇങ്ങനെ വാഗോണ്ട് പറഞ്ഞു. പക്ഷെ ഉള്ളിനകത്ത് പേടിയാ, പക്ഷെ പുറമെ ഞാൻ വിശ്വാസം പറഞ്ഞു. അപ്പം അല്ലേ ചേച്ചി, അപ്പൊ ഇക്ബാൽ ഡോക്ടറിന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു കാര്യം തീരുമാനിച്ചത് ചെയ്തിരിക്കും. ഭയങ്കര പഞ്ചുല പുള്ളി. വെട്ടൊന്ന് തുണ്ട രണ്ട് എന്നാ ഞാൻ എന്റെ ഭാഷയിൽ പറയുന്നത്. അപ്പൊ പുള്ളി എന്തായാലും ചെയ്തിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ ബ്ലഡ് എല്ലാം നോക്കി, അതിനകത്ത് കുറവില്ല. അത് ക്രിയാറ്റിന്റെ അങ്ങനെ തന്നെ ഹൈ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ 12 മണിക്കാണ് എനിക്ക് എന്റെ ബയോപ്സിയുടെ സമയം വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ ബയോപ്സി ചെയ്യുന്ന ഇതിന്റെ പേര് ഗൺ എന്നാണ്. അപ്പം ബയോപ്സി ഗൺ. അപ്പൊ ഇവര് വന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, എന്നോടല്ല, അടുത്ത് നടക്കുന്ന അപ്പുറത്തെ പേഷ്യന്റിന്റെ അടുത്തും, ഇന്ന് രമ്യക്കുണ്ട് ബയോപ്സി എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ എന്റെ ചങ്കെടുപ്പ് കൂടുക. നഴ്സുമാർ തമ്മിൽ പറയുന്ന, ഇന്ന് രമ്യക്കാണല്ലോ ബയോപ്സി ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് എന്റെ ഇടുപ്പ് കൂടി. രമ്യ എടുക്കട്ടെ. അന്ന് 3000 രൂപ ആ ഗണ്ണിന് വില. അതെന്റെ തൊട്ട് പിറകെ കൊണ്ട് വെച്ചിട്ടുണ്ട് താൻ. അങ്ങനെ ഞാനങ്ങ് പേടിച്ച്, രമ്യ എടുക്കല്ലേ. അപ്പം ഇക്ബാൽ ഡോക്ടർ വരും, മാറ്റമില്ല, പുള്ളി എടുത്ത് ചെയ്യും, എന്തുവാലും ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 12 മണിയായപ്പം 11:45 സ്കാനിങ്ങിന്റെ മെഷീൻ കൊണ്ടുവച്ചു. കാരണം നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ലല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയായതുകൊണ്ട്. സ്കാനിങ്ങിന്റെ മെഷീൻ കൊണ്ടുവച്ചു. കൊണ്ടുവച്ചിട്ട് പോയി. അപ്പം മെയിൻ ഡോക്ടർ, സ്കാൻ ചെയ്യുന്ന ഡോക്ടർ വന്ന് സ്ഥാനം, അതായത് എവിടെ കിഡ്നി വെച്ചിരിക്കുന്ന അവിടെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇക്ബാൽ സാറിന് ബയോപ്സി ചെയ്യാൻ പറ്റും. അപ്പം സ്കാൻ മെഷീൻ കൊണ്ടുവച്ചു. ഉറപ്പിച്ച് ഇനി മാറ്റമില്ല, ചെയ്തേ പറ്റൂ. 12 മണിയായപ്പം ഡോക്ടർ അപ്പുറത്ത് വന്നു. ഇക്ബാൽ സാറും നഴ്സുമാരുടെ റൂമിൽ വന്നിരിപ്പുണ്ട്. എനിക്കത് കാണാം എന്റെ മുമ്പിൽ, എന്റെ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ റൂമും. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം കുറച്ച് കഴിയുമ്പോൾ സാറ് മാറിപ്പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ ചെയ്യാത്തേന്ന് ചോദിച്ചു. അപ്പം അവിടുത്തെ വേറൊരു നേഴ്സ് എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചി 12 മണി വരെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു, മെയിൻ ഡോക്ടർ. ഈ അസിസ്റ്റന്റ് വരാന്ന് പറഞ്ഞപ്പം ഇക്ബാൽ സാർ പറഞ്ഞ, അസിസ്റ്റന്റ് വേണ്ട, കാരണം മാമൻ ഡോക്ടറിന്റെ പേഷ്യന്റ് ഉണ്ട്, മെയിൻ ഡോക്ടർ തന്നെ വന്നാലേ, കാരണം എന്തെങ്കിലും ഒരു വിഷയം വന്നാലോ എന്ന് പേടിച്ചിട്ട് അസിസ്റ്റന്റിനെ വിടാന്നുകൊണ്ട് പുള്ളി സമ്മതിച്ചില്ല. അവസാനം മെയിൻ ഡോക്ടർ 12 മണി വരെ ഉണ്ടായിരുന്നു. 12 മണിയായപ്പോൾ ആ മനുഷ്യൻ ലീവ് എഴുതിയിട്ട് വീട്ടിൽ പോയെന്ന്. ലീവ് എഴുതി വെച്ചിട്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ മനസ്സിലുണ്ടായ ഒരു സന്തോഷം. കാരണം ഇക്ബാൽ സാർ ഇറങ്ങിയും പോയി. അപ്പം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. 12 മണി ആ ടൈം വരെ ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു, ആ റൂമിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ മനുഷ്യൻ ലീവ് എഴുതിയിട്ട് വീട്ടിൽ പോയി.
ഇല്ലെങ്കിൽ ഇങ്ങനൊരു പേഷ്യന്റ് ചെയ്തിട്ട് പോവാ വേണമെങ്കിൽ. പക്ഷെ ദൈവം ഒന്ന് വിചാരിച്ചാൽ നമ്മൾ എപ്പോഴും ഏതൊരു അവസ്ഥ കിടന്നാലും നമ്മൾ പ്രതികൂലമായിരിക്കാം, നമ്മുടെ മുമ്പിൽ ചെങ്കടലായിരിക്കാം, നമ്മുടെ മുമ്പിൽ മരുഭൂമി ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കഷ്ടമായിരിക്കാം, തീയായിരിക്കാം, ശോധനയായിരിക്കാം, എന്തായാലും ആ സമയത്തും വിശ്വാസം പറഞ്ഞുകൊണ്ട്, അത് എന്റെ അനുഭവമാണ്. ഞാൻ ഏതൊരു പ്രശ്നത്തിൽ കിടന്നാൽ ഞാൻ ഉറക്ക വിശ്വാസം പറയും. എന്തൊരു വിഷയം വന്നാലും ഞാൻ അത് എനിക്ക് എഗനിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഞാൻ തിരിച്ചു നിന്ന് പറയില്ല, ഞാൻ അങ്ങനെ ആവത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ നശിച്ചു പോകത്തില്ല, ഇല്ലെങ്കിൽ എനിക്കത് ചെയ്യത്തില്ല. അങ്ങനെ ആ ഡോക്ടർ പോയി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ തന്നെ രാവിലെ ക്രിയേറ്റിൻ എടുത്തു, 3:30 ബ്ലഡ് എടുത്തു, 7:30 വന്നെടുത്തു. സാധാരണ 7:30 വന്ന് എടുക്കത്തില്ല, 7:30 വന്നെടുത്തു. അപ്പോഴും എനിക്ക് ക്രിയാറ്റിൻ കുറഞ്ഞിട്ടില്ല. അപ്പം തലേന്ന് സമാധാനമുണ്ട്, 2 ദിവസം സമാധാനം ഉണ്ടായിരുന്നു. ഇനി എന്തോ ദൈവമേ. അപ്പം 9 മണിയായപ്പം ഈ നേഴ്സ് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി ഡോക്ടർ ഇപ്പം വരും. ഞാൻ പറഞ്ഞു ഇന്ന് ബയോപ്സി ചെയ്യുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളിക്കാരത്തി പറഞ്ഞു ഇന്ന് മിക്കവാറും ചേച്ചി ചെയ്യത്തില്ല, കാരണം ചേച്ചിക്ക് നന്നായിട്ട് യൂറിൻ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇക്ബാൽ സാറ് റൗണ്ട്സിന് വന്നു. പെട്ടെന്ന് ഫയലെല്ലാം മറിച്ച് നോക്കിയപ്പം രമ്യക്ക് ഓക്കെയാണ്, രമ്യക്ക് യൂറിൻ ഒത്തിരി പോയിട്ടുണ്ട്, അതുകൊണ്ട് ബയോപ്സി ക്യാൻസൽ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അസിസ്റ്റന്റ് ഡോക്ടേഴ്സ്, എന്റെ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ഡോക്ടേഴ്സൊക്കെ അവിടെ ഇന്ന് ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്നത് ഞാൻ കണ്ടു. അപ്പം എന്നിട്ട് ഇക്ബാൽ സാർ ഇറങ്ങിപ്പോയപ്പം മറ്റേ ലേഡി ഡോക്ടർ അസിസ്റ്റന്റ് എന്നോട് പറയാം, രമ്യ വിളിക്കുന്ന ദൈവത്തിന് ജീവനുണ്ടോ? ഞാൻ പറയാം എന്റെ കർത്താവാണ് എന്റെ ദൈവം, ഹല്ലേലൂയ. അവിടെയൊക്കെ ഞാൻ എല്ലാവരോടും പറയും, ഇത് ചെയ്യത്തില്ല, ബയോപ്സി ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, വേഗത്തിൽ റൂമിൽ വന്നു, പിന്നെ തിരിച്ച് നാട്ടിൽ വന്നു. ഒത്തിരി അനുഭവം, ദൈവത്തെ കണ്ട സാക്ഷിയൊക്കെ ഒത്തിരി പേരോട് ഷെയർ ചെയ്യാൻ പറ്റി. ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവിന്റെ വേലയൊക്കെ ചെയ്യാൻ തുടങ്ങി. ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി എനിക്ക് വേറെ അനുഭവങ്ങൾ, ദൈവം സംസാരിക്കും. അതുപോലെ കോവിഡ് ടൈമിൽ എനിക്ക് പാസ്റ്റർ എന്റെ അനുഭവത്തിൽ എനിക്ക് ഈ വയ്യാഴിക ഉള്ളത് കൊണ്ട് മെഡിസിൻ ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ, അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി വരും. പക്ഷെ പേടിയാണെങ്കിൽ ഭയങ്കര ഉറപ്പും ധൈര്യവുമാണ്. പേടി ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ മേളിൽ ഞാൻ ഉറപ്പിന് ധൈര്യത്തെ അങ്ങിടും, അപ്പൊ എന്റെ പേടി പൊങ്ങി വരത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോവിഡ് ടൈം വന്നത്, അപ്പൊ ദേശത്തൊക്കെ കോവിഡ് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ഏരിയയിൽ കോവിഡ് വന്നു തുടങ്ങിയില്ല. അപ്പൊ എന്നോടൊരു ദിവസം ബാത്റൂമിൽ ഞാൻ ഇങ്ങനെ മുഖം കഴുകാൻ കയറി, പെട്ടെന്ന് ഞാൻ ദൈവശബ്ദം കേൾക്കുക, നീ തളരരുത് എന്നിങ്ങനെ പറയുന്നു. അപ്പൊ ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡോട് പറഞ്ഞു, ദൈവം പറയുന്നു തളരരുതെന്ന്. അപ്പം അതെന്താ എന്ന് എന്നോട് ചോദിക്കും. അമ്മയ്ക്കോ 2 വീട്ടിലെ അച്ഛനമ്മമാർക്കൊക്കെ പ്രായമായിരിക്കുമല്ലേ, ഇനി അവരുടെ വല്ല കേസും ആണോ എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞു അറിഞ്ഞൂടാ. അത് പറഞ്ഞു 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് 2 പേർക്കും കോവിഡ് വന്നു. ഞാൻ അപ്പനോട് പറഞ്ഞ ഒറ്റ കാര്യം, അപ്പ ഈ ദേശത്ത് ഒരു മനുഷ്യനറിയല്ല, കാരണം ഞങ്ങൾ വിശ്വർമ്മ തട്ടന്മാരായതുകൊണ്ട്. കാരണം ഒന്നാമത് നമ്മൾ ഈ വിഗ്രഹത്തിന്റെ നടുവിൽ നിന്ന് ദൈവം നമ്മളെ ഇറക്കി ഇത്രയും ശക്തിയോടെ നിൽക്കുമ്പോൾ, അപ്പൊ ഈ കോവിഡ് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ദൈവം നിന്നെ ആയിരിക്കും എല്ലാവരും പറയുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും. പക്ഷെ ഒരു മനുഷ്യൻ അറിഞ്ഞില്ല പാസ്റ്റർ, ആ ദേശത്ത് ആദ്യം ഞങ്ങൾക്ക് കോവിഡ് വന്നു. ഒരു മനുഷ്യക്കുഞ്ഞ് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. 22 ദിവസം ഞാൻ ഒരേ കിടപ്പ് കിടന്നു. എനിക്ക് ഒരു കുഴപ്പം, 6-7 കിലോ കുറഞ്ഞതല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പോയില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ അതിന്റെ വാക്സിൻ പോലും എടുത്തില്ല. ഞാൻ പറഞ്ഞു, അപ്പൊ നിന്റെ രക്തമാണ് എനിക്ക് വാക്സിൻ, അപ്പൊ ട്രാൻസ്പ്ലാന്റേഷൻ പേഷ്യൻസിനെല്ലാം മസ്റ്റ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു കോവിഡ് വാക്സിൻ. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല. ഞാൻ എന്നിട്ട് അവരോടൊക്കെ പറഞ്ഞു എടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പറഞ്ഞു, ഇല്ല യേശുപ്പ, ഞാൻ നിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നത്, നിന്റെ രക്തമാണ് എനിക്ക് എന്റെ വാക്സിൻ. ഒമിക്രോണും വന്നാലും, പക്ഷെ അതൊന്നും എന്റെ ഒരു ശകലം പോലെ എന്നെ എങ്ങും തൊട്ടില്ലെന്നുള്ളത് അവിടെ എല്ലാം ഞാൻ വിശ്വാസം അങ്ങ് പ്രഖ്യാപിക്കുമായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, അത് എപ്പോഴും ഞാൻ സത്യം പറഞ്ഞ ആ വിശ്വാസത്തിന് മേലിലാണ് ഞാൻ ദൈവം ജീവനോണ്ടിരുത്തിയത്. ആദ്യം രക്ഷിക്കപ്പെടുന്ന ടൈമിൽ ഞാൻ യേശു കർത്താവരെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് അന്ന് എനിക്ക് ബൈബിൾ തുറന്നപ്പം ആദ്യം കിട്ടിയ വചനം, ഞാൻ അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന ആ സത്യം, ആ വേഡ്, ഞാൻ വിചാരിച്ച ദൈവം അപ്പോഴേ ഒരു കിഡ്നി വെള്ളം തരും എന്നായിരിക്കും. പക്ഷെ ഇന്നേ വരെ ഈ 2025 ഇന്നേ ദിവസം വരെ തമ്പുരാൻ എനിക്ക് വേണ്ടി ഓരോ ദിവസവും അത്ഭുതത്തിന്റെ വാതിൽ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറയാതെ ഒരിക്കലും എപ്പോഴും ഞാൻ ചിന്തിക്കാം, അത് ആ യേശു കർത്താവ് ഒരു വാക്ക് പറഞ്ഞ അത് ഒന്നും തന്നെ, അതൊരിക്കലും അടഞ്ഞു പോകത്തില്ല. ഇന്നും എനിക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ വാതിൽ തമ്പുരാൻ തുറന്നുകൊണ്ടേയിരിക്കുക. അത് ഒരു ദിവസം കൊണ്ട് അടയപ്പെടുന്ന വാതിലല്ല യേശുവിന്റെ വാതിൽ. ഒരിക്കലും ഞാൻ അത്രയ്ക്ക് ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന വ്യക്തിയായിട്ടും ഇത്രയും എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് അനുഭവങ്ങൾ ദൈവം തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് കർത്താവിനെ ഇത്രയും സ്തുതിക്കുന്നതും വർണ്ണിക്കുന്നതും. പക്ഷെ ഒത്തിരി പേർക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് പലരും മാറിപ്പോകും. ഞാൻ എപ്പോഴും പറയും, ക്രിസ്തുവിൽ നിൽക്കണമെങ്കിൽ നിനക്ക് അനുഭവം വേണമെന്ന് ഞാൻ പലരോടും പറയും. പക്ഷെ നമ്മൾ ഉറപ്പോടെ നിന്നോ, നമുക്ക് ദൈവം അനുഭവങ്ങൾ തരും.
ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഏത് സമയത്തും നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട്. അതെനിക്ക് എപ്പോഴും വിശ്വാസമാണ്. അതുപോലെ തന്നെ കർത്താവ് എനിക്കൊരു ദർശനം തന്നതാണ് സഭയെക്കുറിച്ച്. ഈ ആലുവയിൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്താണ് സഭയെക്കുറിച്ചൊക്കെ ദർശനം തരുന്നത്. ആദ്യം കാണിക്കുന്ന ഒരു വലിയ ഭൂമി, കറങ്ങുന്ന ഭൂമിയിലൂടെ പുറത്തോടൊരു കഴുകൻ പറന്നപ്പോ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് അറിയുന്നത് കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ചുള്ള ദർശനങ്ങളൊക്കെയാ തരുന്നതെന്ന്. അങ്ങനെ ഈ കോവിഡ് ടൈമൊക്കെ കഴിയാറായിരുന്ന സമയത്ത് തന്നെ എന്നോട് ഇങ്ങനെ എന്റെ കാതിലൊരു ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, പ്രൈസ് ഗോഡ് എന്ന് പറയാം. അപ്പം ദൈവം ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സഭയ്ക്കൊരു പേരിടണം, സഭയെക്കുറിച്ചാണല്ലോ ദൈവം അന്ന് വിഷൻ തന്നത്, എല്ലാം ഇങ്ങനെ പറഞ്ഞു. എന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ചെവിക്കകത്ത് ഞാൻ കേട്ടത് പ്രൈസ് ഗോഡ് മിനിസ്ട്രി. അങ്ങനെയാണ് ഞങ്ങളുടെ സഭയുടെ പേര് പ്രൈസ് ഗോഡ് മിനിസ്ട്രി എന്ന് ദൈവം പറഞ്ഞ പേര്. അത് ഞാൻ അവിടെ പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഹസ്ബൻഡ് അത് അംഗീകരിച്ചു തരും. അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പുള്ളി അതിനകത്ത് പറയും. ഞാൻ പറയുന്നത് സത്യമാണെന്ന് പുള്ളിക്കാരനെ അറിയാം. അതുകൊണ്ട് ഇല്ല പറ്റത്തില്ല എന്നൊന്നും പറയാം. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിന്റെ പേര് പ്രൈസ് ഗോഡ് മിനിസ്ട്രി എന്ന് ഇട്ടു. പിന്നെ ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം മെഡിസിനൊക്കെ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഇങ്ങനെ സങ്കടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ തമ്മിൽ ചെറിയ വാക്ക് തർക്കമൊക്കെ ഉണ്ടായിട്ട് ഞാൻ മേളിൽ കയറി ടെറസിന്റെ മണ്ടിൽ നിന്ന് സങ്കടപ്പെട്ട് കരയുക ദൈവത്തോട്. ഒരു 6-7 മണിയായി ആ സമയത്ത്, 7 അല്ല 8 മണിയായി. കാരണം ഹസ്ബൻഡ് അന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കരയോട് മേളിൽ കയറുന്നത്. ഞാൻ മേളിൽ കയറിയിട്ട് ഞാൻ ദൈവത്തോട് പറയാം, അപ്പൊ അങ്ങ് മരിച്ചാ മതി. ഞാനപ്പം ചിന്തിച്ച് ഇങ്ങനെ അങ്ങ് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ പറഞ്ഞു പോയി മരിച്ചാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്തിനാ എല്ലാവർക്കും ഇങ്ങനെ വിഷമമായിട്ടിരിക്കുന്നത്. പക്ഷെ പുള്ളി എന്നെ അങ്ങനെയൊന്നും പറയാത്ത ആളുവോ. പക്ഷെ എന്താ അപ്പൊ അങ്ങനെ പറ്റിപ്പോയത്? കാരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് ഞാൻ പെട്ടെന്ന് മുട്ടുമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. കാരണം നീ ഇത്രയും നിന്റെ ജീവൻ എന്നെ വീണ്ടെടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞു എന്റെ തമ്പുരാന്റെ നാമമല്ലേ ദുഷിക്കുന്നേ എന്നൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞിട്ട് മാപ്പൊക്കെ പറഞ്ഞപ്പോ ക്ഷമിക്കണം. ഞാൻ കൊച്ചുങ്ങളുടെ കൂട്ട് ദൈവത്തോട് സംസാരിക്കും, പൊടി കുഞ്ഞുങ്ങളുടെ കൂട്ട് കൊഞ്ചിയൊക്കെ അപ്പനോട് കാര്യങ്ങൾ വയ്ക്കും, എല്ലാം പറയും. ദൈവത്തോട് പറയാത്ത കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ എല്ലാം ഷെയർ ചെയ്യും. എന്റെ അപ്പനാണ് എനിക്ക് എന്റെ എല്ലാം. കാരണം അമ്മ തള്ളി പറഞ്ഞപ്പോഴും അപ്പൻ തള്ളി പറഞ്ഞപ്പോഴും എന്റെ ഭൂമിയിൽ ആരിനിയില്ല. ഞാൻ എന്റെ ഹസ്ബൻഡോട് പറയും, ആരുമില്ലേലും എന്റെ തമ്പുരാൻ എന്റെ കൂടെ ഉണ്ട്. പക്ഷെ പുള്ളി എന്നെ തള്ളി പറഞ്ഞിട്ടില്ല. അങ്ങനെ ദൈവം ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇല്ല ഞാൻ ഇനി മരിക്കത്തില്ല, കർത്താവ് നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്തൊക്കെ പറയും. ദൈവത്തോട് സങ്കടമൊക്കെ പറയും, ക്ഷമിക്കണേ അപ്പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും രാത്രി. ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ സങ്കടത്തോട് ആകാശത്തോട് നോക്കിയപ്പോ പാസ്റ്ററെ ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കാണുന്ന രൂപം ആകാശത്തിലും അപ്പം നിലാവുള്ള രാത്രിയാണ്. ആകാശത്തിൽ ഭയങ്കര ഒരു മേഘത്തില് കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. യേശോപ്പയുടെ രൂപമാണ്, വലിയ രൂപം. ആ രൂപം എന്നെ ഇങ്ങനെ കൈ പൊക്കി പിടിച്ചോണ്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, വലിയ രൂപമാണ്. അതിങ്ങനെ നോക്കിക്കൊണ്ട് പതുക്കെ അമ്മയെ ഇങ്ങനെ പതുക്കെ പോകുന്നു. അപ്പൊ ഞാനിത് കണ്ടിട്ട് ബുദ്ധിമുട്ട് ഞാൻ ചിന്തിച്ചു അത് മേഘമായിരിക്കും, നമുക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ. പക്ഷെ എന്നിട്ട് ഞാൻ പതുക്കെ, എന്നാലും ഒരു സന്തോഷം, യേശോപ്പയുടെ രൂപം പോലെ തോന്നി എന്ന്. പക്ഷെ യേശോപ്പയുടെ രൂപം തന്നെയായിരുന്നു. ഇങ്ങനെ പതുക്കെ നീങ്ങിപ്പോകുന്നു. അപ്പൊ ഞാനൊരു സമാധാനത്തോടെ ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു, ഞാനേ കർത്താവിനെ കണ്ടു, ആകാശത്ത് മേഘങ്ങളിൽ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടില്ല, അതുപോലെ ആരും ഇതുവരെ പറഞ്ഞ് ഷെയർ അങ്ങനെ ചെയ്തിട്ടില്ല. പുള്ളി നീ ചുമ്മാ കള്ളത്തരം പറയാം. ഞാൻ പറഞ്ഞു ഞാൻ കള്ളത്തരം പറയത്തില്ല ഒരിക്കലും. അപ്പൊ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ചുമ്മാ പറയാ, നീ എന്നെ വിളിച്ച് കാണിക്കാൻ എന്താ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്ക് അപ്പോഴും തോന്നിയില്ല, എനിക്ക് ആ ഒരു സ്റ്റക്കായി ഞാൻ ആ വിഷമത്തിൽ നിന്നുകൊണ്ട് അതങ്ങ് പതുക്കെ ഇങ്ങനെ നീങ്ങിപ്പോയി. ഞാൻ ഇങ്ങ് പോരുന്നു പറഞ്ഞു. അപ്പൊ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കൈയൊക്കെ ഞൊടിച്ചോണ്ട് പറഞ്ഞു, ഇത് ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഈ ആകാശത്ത് നമ്മൾ വീണ്ടും കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കിടന്നു. രാത്രി 12 മണി കഴിഞ്ഞ് ഞങ്ങൾ ആ സമയത്തൊക്കെ കിടക്കുന്നത്. കാര്യം കിടന്ന് പുള്ളി സൈഡ് തിരിഞ്ഞ് കിടന്നുറങ്ങും, ഞാൻ ഈ ജനൽ സൈഡ്. അപ്പൊ താഴെ തോടാണ്, അതിന് മേളിൽ ഇങ്ങനെ നല്ല ഭംഗിയാ കാണാൻ. അപ്പൊ ഞങ്ങൾ എപ്പോഴും ജനൽ തുറന്നിടും. അതുപോലെ ഞാൻ അന്ന് വിശ്വാസം പറഞ്ഞില്ലേ, ഞാൻ തുറന്നിട്ടിട്ട് ഇങ്ങനെ നോക്കി കിടക്കും, ഉറങ്ങുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നല്ല കൂരിട്ട് പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന അതിന്റെ മുമ്പിലായിട്ട് നമുക്ക് കാണത്തക്ക രീതിയിൽ കറുത്ത മേഘത്തിൽ, നേരത്തെ നിലാവിന്റെ മേഘത്തിലായിരുന്നു, കറുത്ത മേഘത്തിൽ ഈ ചന്ദ്രൻ നല്ല ഒരുമാതിരി ചുമന്ന കളർ പോലെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് തെളിഞ്ഞ് അതേ രൂപം കൈ പൊക്കിക്കൊണ്ട് നിൽക്കും. ഞാൻ ഒരടി മുതുകത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നോക്ക് ഇതാണ് ഞാൻ കണ്ട ദൈവം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി സ്റ്റക്കായിട്ട് അയ്യോ ഇത് ദൈവം തന്നെ എന്ന് പറഞ്ഞു. ഭയങ്കര കാരണം ഞാൻ ഒരു വട്ടമല്ല 2 വട്ടം കണ്ടു. 8 മണിക്കും കണ്ടു, 12 മണിക്കും കണ്ടു. 8 മണിക്ക് കണ്ടെങ്കിൽ ഞാൻ പിന്നെ 12 മണിക്ക് കണ്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു അത് മേഘമായിരിക്കാം, എന്റെ കണ്ണിന് തോന്നിയതായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു പോയി. പക്ഷെ 12 മണിക്ക് ഞാൻ കണ്ടതുകൊണ്ട് നമ്മൾ എന്തോ പറഞ്ഞേ, ഇത് ദൈവമാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് 12 മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് കാണുമെന്ന് പറഞ്ഞു. അത് ദൈവം അതുപോലെ ചെയ്തു. അങ്ങനെ കണ്ട് അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു.
അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സങ്കടമൊക്കെ വരുന്നു അപ്പനോട് ഇങ്ങനെ അത് ടെറസിന്റെ മണ്ടലൊക്കെ വരുന്നു ഇങ്ങനെ കൊച്ചു വർത്താനം പറയാം അപ്പനോട്. അപ്പൊ നാളത്തേക്കിന് പൈസ ഇല്ല, അപ്പൊ മരുന്ന് വാങ്ങിക്കണം. അപ്പൊ ഞാൻ ദൈവത്തോട് ഒരു രഹസ്യം പറയാം. അപ്പൊ ഒരു ചൊവ്വാഴ്ച ദിവസം കണ്ട ഞാൻ പറ അപ്പ ഇന്ന ആവശ്യമുണ്ട്, എനിക്ക് മെഡിസിൻ വേണം, വീട്ടിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു അപ്പൊ ആരും അറിയണ്ട, ഞാൻ അപ്പനോട് പറയുന്നത് ഇങ്ങനെ, ആരും പറഞ്ഞു ഞാൻ നീ മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് കുറച്ച് പൈസ ഒന്ന് കിരികെട്ടി ഇവിടെ കൊണ്ടിട്ടേക്കാവോ, ഞാൻ വന്ന് എടുത്തോളാം, ആരും അറിയത്തില്ല. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസം പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നു. എനിക്കിപ്പോ ഓർക്കുമ്പോ സത്യം പറഞ്ഞില്ലേ, പൊട്ടനെ പോലെ ദൈവത്തെ വിശ്വസിക്കണം. കാരണം കാഴ്ചയാലല്ല ദൈവത്തെ വിശ്വസിക്കേണ്ട, അപ്പനെ അങ്ങ് സ്നേഹിക്കണം, സ്നേഹിച്ചങ്ങ് പൊതിയണം. അപ്പൊ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കും. അതോ എനിക്ക് ഈ ആലുവ ഡയാലിസിസ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുമായിരുന്നു. ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉറങ്ങുന്ന അമ്മ ഞാൻ അടിച്ചടി വെച്ചു, അമ്മ എണ്ണിക്കമ്മ, അപ്പൊ ഇറങ്ങിയമ്മ, യേശു അപ്പ ഇറങ്ങിയമ്മ. അപ്പൊ എനിക്ക് എന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ വേണമെങ്കിൽ എനിക്ക് പറയായിരുന്നു എന്റെ കിഡ്നി രണ്ടും എനിക്ക് സൗഖ്യമാക്കിത്ത, പക്ഷെ എനിക്ക് അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഉമ്മ തരാം. അങ്ങനെ ആ സമയത്ത് ഒത്തിരി ദർശനങ്ങളൊക്കെ തന്ന ടൈം അത്. അങ്ങനെ കർത്താവിന്റെ അടുത്ത് ഞാൻ പറയും ടെറസിന് വേണ്ടി, അപ്പാ ഞാൻ ആരും അറിയണ്ട, അപ്പൊ ഞാൻ നീ മാത്രം അറിഞ്ഞാൽ മതി, കുറച്ച് പൈസ ഒന്ന് കിഴികെട്ടി ഒന്ന് പൊതിഞ്ഞിട്ട് പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞൊന്നും ഇട്ടായിരുന്നു. ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയിട്ട് ഒരു 2 ദിവസം കഴിയുമ്പം വെള്ളിയാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ലേഡീസിന്റെ വർഷിപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ പോകാനായിട്ട് ഒരുങ്ങി. അപ്പൊ എന്നെ ഹസ്ബൻഡ് കൊണ്ടാകാനായിട്ട് ബൈക്കിനകത്ത് കയറുന്ന ഡോറ് തുറന്നു. അതിൽ തുറന്നപ്പം പാസ്റ്ററെ അന്ന് വരെ കണ്ടിട്ടില്ല, പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ എത്ര രൂപ ചോദിച്ചു? 5000 രൂപ ഞാൻ ചോദിച്ചത്. 5000 രൂപയുടെ ചെക്ക് എന്റെ വീട്ടു വാതിക്ക് ഡോറിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കുന്നു. രമ്യ കലേഷ് എന്ന പേരില് നമ്മുടെ കിഡ്നി ഫെഡറേഷനിൽ നിന്ന് വേൾഡ് കിഡ്നി ഡേ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ കുറെ നാൾക്ക് മുമ്പ് അവിടുന്ന് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, രമ്യ, പക്ഷെ അതിനുശേഷം ഇന്നേ സെക്കൻഡ് വരെ എനിക്ക് ആ പൈസ കിട്ടിയിട്ടില്ല, അതിന് മുമ്പും കിട്ടിയിട്ടില്ല. ഞാൻ അപ്പനോടൊന്ന് ചോദിച്ച പ്ലാസ്റ്റിക് കവർ ചെക്ക് വന്നത് പ്ലാസ്റ്റിക്കിന്റെ അതിലല്ലേ, വന്ന് അവിടെ കൊണ്ടിട്ട് ഞാൻ കണ്ടു. ഞാൻ അപ്പൊ വിശ്വാസം, ഞാൻ 2 ദിവസം മുമ്പ് ഹസ്ബൻഡോട് പറഞ്ഞപ്പോ നീ ഇങ്ങനെ പൊട്ടരെ പോലെ എന്താ രമ്യ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചിറക്കിയ ആളോടല്ലേ എനിക്ക് പറയാൻ പറ്റൂന്നൊക്കെ എങ്ങനെ പറയും. അത് പാസ്റ്ററെ എനിക്ക് അത് ഒരു ഭയങ്കര അത്ഭുതം. ആ ചെക്കിന് നമ്മൾ ചോദിച്ച, നമ്മൾ എന്ത് നീ അത് വ്യക്തമായിട്ട് ചോദിക്കാനാ ദൈവം പറയുന്നത്. നിനക്ക് ആവശ്യം എന്തുവാ എന്നോട് ചോദിക്കും. നമ്മൾ നാട്ടുകാരോട് മൊത്തവും ചോദിച്ച് അവരോടും ചോദിച്ച് അവരുടെ പഴിയും കേട്ട് ഇവരുടെ പഴിയും കേട്ടാൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ അപ്പനോട് നേരിട്ട് ചോദിച്ച ദൈവം തന്നിരിക്കുന്നുള്ള ഉറപ്പാണ്. അങ്ങനെ 5000 രൂപ ചെക്ക് മാറി, എന്റെ ആവശ്യങ്ങൾക്ക് മെഡിസിൻ വാങ്ങിച്ചു, എല്ലാം ചെയ്തു. എനിക്കത് ഭയങ്കര അത്ഭുതമാണ്. അതുപോലെ ഓരോ ദിവസവും ചില നേരങ്ങളൊക്കെ ഞാനിരുന്ന് വഴക്കിട്ടിട്ടുണ്ട്. ചില ദിവസങ്ങൾ മിണ്ടാതിരിക്കും. അപ്പൊ ഞാൻ പറയാം, അപ്പൊ നീ എന്നോടൊന്നും സംസാരിക്കാത്ത എന്താ? ഇപ്പൊ കുറെ സങ്കടങ്ങളും പ്രശ്നങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ ഞാൻ അപ്പനോട് ഒരു 3-4 മാസം എന്നോട് മിണ്ടുന്നേ ഇല്ലായിരുന്നു. ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പൊ നീ എന്താ എന്നെ ഇട്ടിട്ട് പോയോ? ഞാൻ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല, പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാം, അപ്പ നീ എന്താ അപ്പ നിന്റെ സ്നേഹം എനിക്ക് പഴയതുപോലെ കിട്ടാത്ത? അത് നമ്മുടെ കുറവായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ അപ്പനോട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വീട്ടില്, എന്റെ ദേശത്ത്, എന്റെ ബന്ധുക്കളുടെ ഒക്കെ ഇടയിൽ ഒരു കാലത്ത് എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ ഇപ്പൊ ആശ്ചര്യത്തോടാ. അതുപോലെ ഒരു സഹോദരി എന്നെ, ഞങ്ങളുടെ ദേശത്തൊരു ചേച്ചി എന്നെ വന്നിട്ട് അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, കാരണം പഴയ രൂപം രമ്യയുടെ കോലം അറിയാം, ഇപ്പോഴത്തെ രമ്യയുടെ കോലം, എന്നിട്ട് അടിമുടി നോക്കിയിട്ടാണ് ഇത് ഭയങ്കര അത്ഭുതം എന്ന് ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു. ഇത് ഞാൻ എപ്പോഴും പറയും, ഞാൻ ജീവിക്കുന്ന സാക്ഷി, ജീവനോട് എന്റെ ദേശത്തെ ദൈവത്തെ മഹത്വം. ഞാൻ പറഞ്ഞിട്ട് അപ്പ ഒരു കാരണവശാലും ഞാൻ കാരണം നിന്റെ നാമം ദൂഷിക്കരുത്, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്, നീ എന്നെ മാനിച്ചോണം അപ്പൊ എന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ കർത്താവിനെ സ്തുതിച്ചും ആരാധിച്ചും ഇതും ഈ ജോലിയുടെ ആയാലും ദൈവം എന്നോട് പറഞ്ഞു, നീ ഇറങ്ങിത്തിരിക്കും, ഞാൻ നിന്റെ ഒപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കുറച്ച് ആ ഒരു വിഷയങ്ങളൊക്കെ വേണ്ടി ഇങ്ങനെ പോരുന്നു. അത്രയൊക്കെ ദൈവം എന്നെ മാനിച്ചു പാസ്റ്ററെ. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും. കാരണം കിഡ്നി മാറ്റിവെച്ചവർക്ക് വീട്ടിൽ കിഡ്നി മാറ്റിവെച്ച കൊച്ചിനെ കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അവൻ കളഞ്ഞിട്ട് പോകുന്നു പറഞ്ഞവരുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇന്നും 15 വർഷം കഴിഞ്ഞ് ഞങ്ങളെ ഈ ജനുവരി 16 വർഷത്തിലേക്ക് കയറുകയാണ്. ദൈവം നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തന്നു, നല്ല ഫാമിലിയെ തന്നു. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, 18 വയസ്സിൽ എന്റെ 2 കിഡ്നി ഫെയിലായിട്ട് 10 വയസ്സിലൊരു മെഡിസിൻ ടാബ്ലറ്റ് കണ്ടിന്യൂസ് കഴിച്ചിട്ടാണ് എനിക്ക് 2 കിഡ്നി ഡാമേജ് ആയത്. അത് കിഡ്നി ഡാമേജ് ആയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രാൻസ്പ്ലാന്റേഷൻ, എൻ്റെ അച്ഛൻ്റെ കിഡ്നിയാണ് എനിക്ക് എടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് സന്തോഷകരമായി കുഴപ്പമൊന്നും ഇല്ലാതായിരുന്നു. 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും അസുഖം വരികയും അങ്ങനെ ഞങ്ങൾ വീണ്ടും ട്രീറ്റ്മെന്റ് തുടങ്ങാൻ കാരണമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആലുവയില്
താമസിച്ചുകൊണ്ടാണ് എൻ്റെ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് തൃശ്ശൂരുള്ള ചിറമേൽ അച്ഛനെ പരിചയപ്പെടാനിടയായി. കിഡ്നി ഫെഡറേഷന്റെ ഫൗണ്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എനിക്ക് കിഡ്നിയുടെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ആയി വന്നത്. എനിക്ക് കിഡ്നി തന്നത് കോട്ടയത്തുള്ള മിനി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ഇത്തരണത്തിൽ ചിറമേലച്ഛനെയും മിനി ടീച്ചറിനെയും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. കാരണം അവരിലൂടെ ദൈവം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഭൂമുഖത്ത് ജീവനോടിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ കരം തന്നെ. എങ്കിലും ചിറമേലച്ഛൻ എനിക്ക് വേണ്ടി എടുത്ത കാരണം നമ്മൾക്ക് അങ്ങോട്ട് കിഡ്നി കൊടുക്കാൻ ഇല്ലാനിട്ട് പോലും എനിക്ക് ഫ്രീ ആയിട്ട് അവിടുന്ന് ഒരു കിഡ്നി ലഭിച്ചു. അത് ടീച്ചർ കൊടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയതും. അങ്ങനെ അതുമല്ല, അതിനുള്ള സാമ്പത്തിക സഹായം ടീച്ചർ തന്നു. 5 ലക്ഷം രൂപ മെഡിക്കൽ ട്രസ്റ്റിൽ നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി എല്ലാ ടീച്ചർ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു. അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും അത് വാക്കുകൊണ്ട് മാത്രമേ, പക്ഷെ ഹൃദയം കൊണ്ട് ഞാൻ അവർക്ക് നന്ദി പറയുകയാണ്. ദൈവത്തെ വിളിച്ച് ഇറങ്ങുന്നവർക്ക് നമ്മൾ ദൈവത്തെ കണ്ട് ഇറങ്ങുന്നെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളെ വഴിയിൽ ഇട്ടിട്ട് പോകത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതികൂലത്തില് നമ്മളെ ഇട്ടിട്ട് പോകത്തില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം എല്ലാ പ്രതിസന്ധി വന്നപ്പോഴും, എല്ലാ പ്രശ്നങ്ങൾ വന്നപ്പോഴും എല്ലാരും പറഞ്ഞു ഇനി മരിച്ചു പോകും എന്ന് പറഞ്ഞെടുത്താണ് അത്ഭുതത്തിന്റെ വാതിൽ പോലെ ടീച്ചറിലൂടെ എനിക്ക് ആ കിഡ്നി ലഭിച്ചതും അതിനുള്ള സാമ്പത്തികം. കിഡ്നി തന്നിട്ട് കാര്യമില്ലല്ലോ, പക്ഷെ അതിനുള്ള സാമ്പത്തികം കൂടെ തന്ന് എന്നെ ഓപ്പറേഷനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതെല്ലാം ടീച്ചറാണ്. ടീച്ചർ സന്തോഷത്തോടെ കോട്ടയത്തായിരിക്കുന്നു, ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സന്തോഷത്തോടെ ഇരിക്കുന്നു. അച്ഛനോട് ഈ സമയത്തിന്റെ നന്ദി ഞാൻ പറയുകയാണ്. ഒത്തിരി മനുഷ്യരെ, ഒത്തിരി പേഷ്യൻസിനെയൊക്കെ സഹായിക്കുന്നുണ്ട് അച്ഛൻ. അതൊക്കെ നമുക്ക് പറഞ്ഞ് വാക്കുകൊണ്ട് നന്ദിയല്ല, ഹൃദയം കൊണ്ടാണ് ഞാൻ നന്ദി പറയുന്നത്. അതുപോലെ തന്നെ അരോമ ചാനലിനും എൻ്റെ ഈ സാക്ഷ്യം എനിക്ക് പറയാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്ന പ്രിയ ദേവദാസനും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്തുതിക്കുന്ന കർത്താവെ, നല്ല സമയത്തിനായി ഞാൻ എനിക്ക് നന്ദി പറയുന്നു. അപ്പൊ അടിയന്റെ സാക്ഷ്യം കർത്താവെ അരോമ ചാനലിൽ പറയുവാൻ ദൈവം എനിക്ക് തന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ അതിനെ മുഖാന്തരമായ പ്രിയ ദേവദാസനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, ദേവദാസിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ ശുശ്രൂഷ മേഖലകളിലെല്ലാം ദൈവം അനുഗ്രഹിക്കണം, മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ ചാനലിലും ഇനി അനേകം സാക്ഷ്യങ്ങൾ കർത്താവെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ചാനൽ ഒത്തിരി റീച്ച് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അപ്പൊ നിന്റെ കൃപയാൽ ഞങ്ങളെ നിർത്തിയതിന് നന്ദി. അപ്പൊ ഇത്രത്തോളം എന്നെ സഹായിച്ചതിന് നന്ദി പറയുന്നു. അത്ഭുതം അങ്ങ് ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥന കെട്ടിക്കോ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പ്രിയ രമ്യ സിസ്റ്ററെ. ദൈവസന്നിധിയിൽ ഇത്രത്തോളം സമയം ദൈവപ്രവൃത്തികളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ പ്രിയ രമ്യ സിസ്റ്ററിനെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്തും ദൈവത്തിന് നന്ദി പറയുകയും സിസ്റ്ററിനോടുള്ളതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കണമെന്നുള്ളത് ദൈവം മുന്നമേ പദ്ധതിയിട്ടതാണ്. ഇല്ലെങ്കിൽ എണ്ണമില്ലാതെ മരിച്ചു പോയവരുടെ ഗണത്തിൽ എന്നേ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടുന്ന, അല്ലെങ്കിൽ ആരുടെയും ഓർമ്മയിൽ പോലും ഇരിക്കാത്ത, മാഞ്ഞു പോകുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടേണ്ടുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഈ സാക്ഷ്യം പറയുവാൻ ദൈവം കൃപ ചെയ്തു എന്നല്ലാതെ എന്ത് പറയേണ്ടു. സ്തോത്രം. ഒരത്ഭുത സാക്ഷ്യം, ഒരസാധാരണ സാക്ഷ്യം. സാധാരണയൊക്കെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത സംഭവത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവരുടെ സാക്ഷ്യമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ 2 പ്രാവശ്യം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. 2 പ്രാവശ്യം. സ്തോത്രം. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരനുഭവമാണ് പ്രിയ രമ്യ സിസ്റ്ററിന് ദൈവം തന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് മാത്രമല്ല ഇപ്പോൾ നടന്നിരിക്കുന്നത്, ഒരു ഹൃദയ ട്രാൻസ്പ്ലാന്റേഷനും കൂടി നടന്നിട്ടുണ്ട്. സ്തോത്രം.
അത് 18-ാമത്തെ വയസ്സിലാണ് സംഭവിച്ചത്. അതുവരെ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ജീവിത പശ്ചാത്തലത്തിൽ, ഒരു വിശ്വാസത്തിൽ, ഒരു സാങ്കല്പിക ലോകത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട ഒരു വിശ്വാസത്തിൽ ജീവിതം തുടർന്നുവെങ്കിൽ ആ 18-ാമത്തെ വയസ്സിൽ അദൃശ്യമണ്ഡലത്തിലേക്ക് കണ്ണുകളെ തുറക്കുവാൻ, ഹൃദയം മാറ്റിവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു ട്രാൻസ്പ്ലാന്റ് അന്ന് നടത്തി. അത് ഹൃദയത്തിൻ്റെ സർജറി ആയിരുന്നു. സ്തോത്രം. അന്ന് കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. പിന്നത്തേതിൽ കിഡ്നി രണ്ടും ഫെയിലായി എങ്കിലും അതിനെ കർത്താവ് പുനഃക്രമീകരിച്ചു. അതിനു വേണ്ടി ദൈവം ഒരുക്കിയ ചില പ്രിയപ്പെട്ടവരുടെ പേരുകളൊക്കെ ഈ തരുണത്തിൽ ഓർപ്പിക്കുകയുണ്ടായി. സ്വന്തം പിതാവ് അതിന് സന്നദ്ധനായി. ചില നാളുകൾക്ക് ശേഷം ആ കിഡ്നി വീണ്ടും ഫെയിലായപ്പോൾ കോട്ടയത്തുള്ളതായ മിനി എന്ന ടീച്ചർ സന്നദ്ധത പ്രകടിപ്പിച്ചു. കിഡ്നി മാത്രമല്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ ചിലവ് കൂടി ആ ടീച്ചർ വഹിക്കുവാൻ, ആ കുടുംബം അത് ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി, സ്വന്തമല്ല, ബന്ധമില്ല, സഹോദരങ്ങളോ രക്തബന്ധങ്ങളോ ഒന്നുമല്ല, ആരുടെയും നിർബന്ധത്താലല്ല, സ്വമനസാലെ ആ ടീച്ചർ അതിനു വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹമാണ്, അദൃശ്യമാർന്ന അത്ഭുതമാർന്ന കരമാണത് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി നടന്നു. കിഡ്നി പേഷ്യൻ്റാണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. എന്നാൽ ആ ഒരു വ്യക്തിയെ സ്വന്തമായിട്ട് ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ കടന്നു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കാൻ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് വരുമോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ആ വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ നേരിടാമാകുന്ന ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന് തയ്യാറാകത്തില്ല. എന്നാൽ പ്രിയ കർത്താവിൻ്റെ ദാസൻ കലേഷ് കുമാർ അതിന് തയ്യാറായി. ജസ്റ്റ് ഒരു കുടുംബജീവിതം, തലമുറകൾ പോലും ഇല്ല എന്നും മനസ്സിലാക്കിയിട്ട് തന്നെ അതിൻ്റേതായ യാതൊരു വിധമായ വൈഷമ്യവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിത സഖിയായി തൻ്റെ സ്വന്തമായി ചേർത്ത് പിടിക്കുവാൻ, തനിക്കുള്ളതിനെ മുഴുവനും തന്ന് സ്നേഹിക്കുവാൻ ജീവിതത്തിലേക്ക് ആ പ്രിയപ്പെട്ടവനും കടന്നു വന്നു. ആ കുടുംബം അതിന് തയ്യാറായി. കുടുംബം തയ്യാറാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഒരു വ്യക്തി ചിലപ്പോൾ തയ്യാറായെന്നിരിക്കാം, പക്ഷെ ആ കുടുംബം, ആ സമൂഹം അതിന് തയ്യാറായി. പ്രിയ രമ്യ സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളാണ് നടന്നിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവുകയില്ല. ഒരു സമൂഹം സിസ്റ്ററിനെ ഏറ്റെടുത്തു. സിസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞു, കണ്ടാൽ ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ എല്ലും തോലുമായി, ഒരു അസ്ഥിക്കോലമായി, രൂപമില്ലാത്ത ഇരുന്ന ആ ഒരു അനുഭവത്തിൽ രൂപം മാറി, ഭാവം മാറി, ജീവിതത്തിൽ എല്ലാമായി ആകമാനമായ സമൂലമായ ഒരു മാറ്റം വരുത്തി. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സന്തോഷത്തോടെ ആരോഗ്യവതിയായി ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇപ്പോൾ ഇരുന്ന് സാക്ഷ്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇങ്ങനൊരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നെന്നോ അല്ലെ 2 പ്രാവശ്യം കിഡ്നി മാറ്റി വെച്ചെന്നോ ഒന്നും ആരും പറയത്തില്ല. അത്രയ്ക്ക് ഊർജതയോടെ, നല്ല ഉത്സാഹത്തോടെ, നല്ല തീഷ്ണതയോടെ, 2 കിഡ്നിയും എല്ലാ അവയവങ്ങളും ഉള്ളവർക്ക് ഇല്ലാത്ത ഒരു തീഷ്ണത, അവർക്കില്ലാത്ത ഒരു ഉത്സാഹം, അവർക്കില്ലാത്ത ഒരു ചിരി,
അവർക്കില്ലാത്തൊരു സന്തോഷം സിസ്റ്ററിൻ്റെ മുഖത്ത് കർത്താവ് തന്നു. ഇത് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. സിസ്റ്ററിൻ്റെ ഈ സാക്ഷ്യം ബലഹീനരായിരിക്കുന്ന, രോഗികളായിരിക്കുന്ന, കിഡ്നി പേഷ്യൻ്റായിരിക്കുന്ന, ആശയറ്റവർക്ക്, വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക്, പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക്, ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് വിചാരിച്ച് ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ അടിമയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രചോദനമായി തീരട്ടെ. അവർക്കൊക്കെ ഒരു പ്രത്യാശയും വിശ്വാസവുമായി തീരട്ടെ. സിസ്റ്ററിൻ്റെ ഈ വാക്കുകൾ ഒരുപാട് പേരെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. പ്രിയ കലേഷ് ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സിസ്റ്ററിന് കിഡ്നി പ്രദാനം ചെയ്ത വാത്സല്യ പിതാവ് ആമേൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ. ആ പ്രിയ പിതാവിനെ ദൈവം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കാക്കട്ടെ. അതുപോലെ തന്നെ കിഡ്നി ഡൊണേറ്റ് ചെയ്ത വാത്സല്യ ടീച്ചർ, മിനി ടീച്ചറിനെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ അതിനുവേണ്ടി മുൻകൈയെടുത്ത പ്രിയ ചിറമേലച്ചൻ കിഡ്നി ഫെഡറേഷൻ ടീം, ആ പ്രവർത്തനത്തെ, ആ ടീമിനെ, പ്രത്യേകിച്ച് ചിറമേലച്ചൻ്റെ ആ നിസ്വാർത്ഥമായ സേവനം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്നും നിർലോഭമായി അദ്ദേഹം ആ ഒരു ശുശ്രൂഷ അനേക പ്രിയപ്പെട്ടവർക്ക് ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആതുര സേവനങ്ങൾ അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടീമിനെയും ആ ഫെഡറേഷനെയും ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുന്നു. അരോമ ടി വിയുടെ എല്ലാവിധമായ ഭാവങ്ങളും പ്രിയ രമ്യ സിസ്റ്ററിനും കുടുംബത്തിനും അതുപോലെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആമേൻ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഈ വാത്സല്യ കുടുംബത്തെ, ഈ സഹോദരിയെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. അവർ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു, കൊട്ടാരക്കരയിലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ മറ്റ് പ്രയാസങ്ങളൊന്നും മുന്നോട്ടുണ്ടാകാതെ അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകരെ കരം പിടിച്ച് നടത്തുവാൻ, അനേകരെ ജീവങ്കിലേക്ക് വഴി നടത്തുവാൻ, അനേകരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഈ കുടുംബത്തെ ദൈവം ഉപയോഗിക്കട്ടെ, ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നു. ആമേ. കർത്താവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് കേൾക്കട്ടെ. ആമേ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് കൊണ്ട് വിശേഷിച്ചാൽ പ്രാർത്ഥന നടന്നു വരുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരൊക്കെ ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു. നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com